Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ഏവർക്കും ലൈറ്റർ ടു ലൈറ്റേൺ മാർത്തോമ സ്റ്റഡി ഫോറം സൂം വെബിനാറിലേക്ക് സ്വാഗതം. നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാന പുരസ്സരം പങ്കെടുക്കുന്ന ഒരു വെബിനാറാണ് ഇന്ന്. 250ാമത്തെ വെബിനാറാണ്. 2020 ജൂലൈ മാസം 25-ാം തീയതി നമ്മൾ വെബിനാർ ആരംഭിച്ചതിന് ശേഷം എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ നമുക്ക് വെബിനാർ നടത്തുവാൻ പരമകാരുണ്യവാനായ ദൈവം കൃപ ചൊരിഞ്ഞു. അതിന് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വെബിനാറിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഇന്നത്തെ വെബിനാറിലെ ഗാനം ആലപിക്കുവാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മിസ് ജൂവൽ മേരി തോമസിനോടാണ്. ജൂവൽ മേരി തോമസ് നമ്മുടെ അഡ്മിന്മാരിൽ ഒരാളായ ബെൻസി അകമുറ്റത്തിന്റെ മകളാണ്. ഇതിനു മുമ്പ് അവർ ഗ്രൂപ്പായിട്ട് അനവധി തവണ നമ്മുടെ ഗ്രൂപ്പിൽ ഗാനം ആലപിച്ചിട്ടുണ്ട്. ജുവൽ മോള് 10ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഷാർജയിലാണ് അവർ താമസിക്കുന്നത്. ഷാർജ മർത്തോമ കൊയറിലെ വളരെ സജീവമായ ഒരു അംഗമാണ് മിസ് ജുവല്. നല്ല മനോഹരമായിട്ട് പാട്ട് പാടുന്ന വ്യക്തിയാണ്. ഇന്നത്തെ ഈ യോഗത്തിൽ ഗാനം ആലപിക്കുവാനായിട്ട് ജുവൽ മേരി തോമസിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നിർജരിയിൽ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നിർജരിയിൽ. പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും. പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും. പ്രഭു എന്നിൽ കനിയണമേ, പ്രഭു എന്റെ ഹൃദയത്തിൽ വാഴണമേ, പ്രഭു എന്റെ ദുഃഖങ്ങൾ നീക്കണമേ. ഫലമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തു നിൽക്കും. യേശുവിൻ സ്നേഹം
യേശുവിൻ പാതുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ മനമേ യേശുവിൻ പാതുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ. വളരെ മനോഹരമായിട്ട് മോള് ഗാനം ആലപിച്ചു. വളരെ വളരെ ശ്രുതിമധുരമായിരുന്നു. താങ്ക് യു വെരി മച്ച്. വീണ്ടും നമുക്ക് പാടുവാനായിട്ട് മുന്നോട്ട് വരണം. ഇന്ന് നമ്മളെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുനിൽ ഡി അച്ഛനാണ്. സുനിൽ ഡി അച്ഛൻ നമ്മളെ സംബന്ധിച്ച് എന്നും കൂടെയുള്ള ആളാണ്. ആദ്യ സമയം തൊട്ട് തന്നെ വെബിനാറിലെ സ്ഥിരമായി മിക്കവാറും ഫ്രീ ആകുമ്പോഴൊക്കെയും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥിക്കുവാന് പ്രത്യേകിച്ച് സമാപന പ്രാർത്ഥന പലപ്പോഴും അച്ഛന്റെ അവകാശമായിട്ട് മാറുന്നതായിട്ടാണ് കണ്ടത്. പല സമയത്തും പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചവരെയൊക്കെ കാണാതെ വരുമ്പോൾ അച്ഛനാണ് പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ മാർത്തോമാ സഭയിലെ വളരെ ശ്രദ്ധേയനായ പട്ടക്കാരനാണ്, നിലപാടുള്ള പട്ടക്കാരനാണ്. അഭിപ്രായങ്ങളെ യാതൊരു ഭയവും കൂടാതെ പറയപ്പെടേണ്ട വേദികളിലും വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിലും സജീവമാണ്. നമ്മുടെ വെബിനാറുകളിലൊക്കെ പലവട്ടം സംസാരിച്ചിട്ട് ഉള്ള വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട സുനിൽ അച്ഛനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അവിടുന്ന് ഞങ്ങളെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് അങ്ങയുടെ ഉദ്ദേശം നിവർത്തിക്കുകയാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അവിടുന്ന് നാമം മഹിമപ്പെടുത്തുവാനും ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ പങ്കുവയ്ക്കുവാനും അവിടുന്ന് വിളിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ട അടിയങ്ങൾ കർത്താവേ, വ്യത്യസ്തമായ നിലയിൽ ആ സാദൃശ്യത്തിന്റെ സ്വരൂപത്തിനും ഭംഗം വരുന്ന രീതിയിൽ ഞങ്ങളുടെ പാവപ്രവൃത്തികൾ മൂലം, വികലമായ ജീവിതം മൂലം, സാമൂഹ്യ തിന്മകൾക്കൊക്കെ കർത്താവെ വശംവദരായി ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു പോകുന്ന കുറവ് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഏറ്റുപറയുന്നു. കർത്താവെ, അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ ജീവിതം ഞങ്ങളുടെ ദാനമാണെന്ന് തിരിച്ചറിയുവാനും, ഞങ്ങളുടെ ശരീരം കർത്താവെ അങ്ങയുടെ ജീവനുള്ള മന്ദിരമാണെന്ന് തിരിച്ചറിയുവാനും ഒക്കെ അവിടുന്ന് ഞങ്ങളെ വചനത്തിലൂടെ സഹായിക്കുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ കാലഘട്ടം വളരെ തിന്മകളുടെ പിടിയിൽ അകപ്പെടുവാൻ തക്കവണ്ണം അത് വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമായി ഞങ്ങൾ തിരിച്ചറിയുന്നു. മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമപ്പെട്ട് ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് യുവജനത, അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ യുവതയും കർത്താവെ മയക്കുമരുന്നിന്റെ ഒക്കെ ദുരുപയോഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഇന്ന് ചിന്തിപ്പാൻ, സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ കർത്താവെ അവിടുന്ന് നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ലൈറ്റോട് ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറം അതിന്റെ 250ാമത് വെബിനാറിൽ ഇപ്രകാരം സാമൂഹ്യ പ്രാധാന്യമുള്ള, സാമൂഹ്യ പ്രതിബദ്ധത അത് പ്രതിഫലിപ്പിക്കുന്ന ഈ വിഷയം ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 249 വെബിനാറിലും വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിക്കുന്നത് ഞങ്ങളെ സഹായിച്ചല്ലോ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവ് ജേക്കബി പൊന്നു സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാറിന്റെ കഴിഞ്ഞ നാളുകളിലെ ശുശ്രൂഷകളിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ആയിരുന്ന ഇടങ്ങളിലൊക്കെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്റെ ശുശ്രൂഷ നിർവഹിപ്പാൻ തക്ക അവിടുന്ന് കൃപ ചെയ്തു. ഈ നാളുകളിലും സാറിനെ അവിടുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്തോത്രം. കുടുംബമായി അനുഗ്രഹിക്കണമേ. ഇന്ന് കർത്താവെ ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ അത് കർത്താവെ അത് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതിനും അതിന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തിരിച്ചറിയുന്നതിനും ഇതിൽ നിന്ന് ഞങ്ങളുടെ യുവതയെ, സമൂഹത്തെ കരകയറ്റുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനൊക്കെ ഞങ്ങളെ സഹായിക്കണം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. നേതൃത്വം നൽകുന്നവരെ അനുഗ്രഹിക്കണമേ. ദൈവകൃപ ഞങ്ങൾക്ക് സമൃദ്ധിയായി നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു അച്ഛൻ. വളരെ അർത്ഥവത്തായ വിഷയവുമായി ബന്ധപ്പെടുത്തി അച്ഛൻ പ്രാർത്ഥിച്ചു. വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ നമ്മുടെ മോഡറേറ്റർ ആയിട്ട് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ ശലോമോൻ കെ ആണ്. അച്ഛനെ പറ്റി പറയുമ്പോൾ, അച്ഛൻ കുറെ നാളുകളായിട്ട്, ഈ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് നമ്മുടെ വെബിനാറിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. എന്നാൽ ഈ വെബിനാർ ഇന്ന് 250ാമത്തെ
മീറ്റിങ്ങിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് വളരെ അഭിമാനമുള്ള ഒരു വ്യക്തിയാണ്. അച്ഛനെ ഈ ഇന്ന് മോഡറേറ്ററായിട്ട് ആ അഭിമാനത്തോടു കൂടിയാണ് അവതരിപ്പിക്കുന്നതും ക്ഷണിച്ചതും. അതിന് കാരണം ഇതുപോലെ ഒരു വെബിനാർ സ്റ്റാർട്ട് ചെയ്യുവാന് ഞങ്ങളെ പ്രേരിപ്പിച്ചത് സോളമൻ അച്ഛനാണ്. കോവിഡിന്റെ കാലഘട്ടത്തിൽ 2020 ജൂലൈ മാസത്തിൽ വളരെയധികം ആകുലപ്പെട്ട് നടക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ കഴിഞ്ഞുകൂടാതെ നമുക്ക് ഒരു ഓൺലൈനിൽ കൂടെ ഒരു പഠനം ആവശ്യമുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന് അച്ഛന്റെ നിർബന്ധത്താലാണ് ഞങ്ങൾ കുറെ പേര് കൂടി ഇങ്ങനെ ഒരു വെബിനാർ ആരംഭിച്ചത്. അന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ തുടർന്നു പോകുമെന്ന്. എന്നാൽ ദൈവകൃപയാല് 249 വെബിനാർ ഇതിനോടകം നടത്തുവാൻ സാധിച്ചു. അച്ഛനെ ഇന്നത്തെ മോഡറേറ്ററായിട്ട് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ വളരെ തിരക്കിലായിരുന്നു. ഞാൻ നിർബന്ധിച്ച് അച്ഛനെ ഈ ചുമതല ഇന്ന് ഏൽപ്പിച്ചതാണ്. അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർത്തോമാ സഭയിലെ സാമൂഹ്യ സേവനം എന്ന വിഷയത്തില് മഹാത്മാഗാന്ധി PhD എടുത്ത ഒരു വ്യക്തി. എനിക്ക് തോന്നുന്ന സഭയിലെ മറ്റു പട്ടക്കാർക്ക് ആർക്കും സാമൂഹ്യ സേവനത്തിൽ PhD ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അച്ഛൻ സഭയുടെ അനവധി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അത് സഭയുടെ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ അച്ഛനെ പ്രത്യാശാ ഭവനത്തിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാലപ്പുഴയിലെ നവജീവ കേന്ദ്രത്തിന്റെ സാരഥിയായിരുന്നു. അതുപോലെ ദീപം ബാലികാ ഭവനത്തിന്റെ ഭാരവാഹിയായിരുന്നു. മാർത്തോമാ സഭയിലെ സഭാ കൗൺസിൽ അംഗമായിട്ട് അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അച്ഛന് മാർത്തോമാ സഭയിലെ വൈദിക സെലക്ഷൻ കമ്മിറ്റി അംഗമാണ്. അച്ഛന് ഇതുവരെ ബോംബെയിലായിരുന്നു. ഇപ്പോൾ ഈ 3 ദിവസം, ഈ മെയ് 1-ാം തീയതി മുതൽ അച്ഛൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്തുകാർക്ക് അതൊരു നേട്ടമാണ്. ഈ സാമൂഹ്യ സേവനത്തിൽ ഇത്രയും താല്പര്യമുള്ള ഒരാൾ തിരുവനന്തപുരത്ത് എത്തി. നമ്മുടെ മാർത്തോമാ സഭയുടെ തിരുവനന്തപുരത്തെ ഗൈഡൻസ് സെന്ററിന്റെ മെഡിക്കൽ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡൻസ് സെന്ററിന്റെ ചുമതലയാണ് അച്ഛന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അച്ഛൻ നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു വാഗ്മിയാണ്. അച്ഛനെ ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ മുഖ്യ അതിഥി ജേക്കബ് പുന്നൂസ് സാറിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഇനി അച്ഛൻ ചുമതല ഏൽക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ജേക്കബ് പുന്നൂസ് സാറ് മുൻ DGPയും ഈ ലൈറ്റ് ടു ലൈറ്റൻ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിൻ ആയിരിക്കുന്ന പ്രിയപ്പെട്ട വിൽസൺ സാറും, ഈ 2 ആളുകളുടെ സാന്നിധ്യമാണ് ഇന്ന് പ്രധാനമായിട്ടും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാനായിട്ട് ഇടയായത്. പ്രിയപ്പെട്ട വിൽസൺ സാറ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് സംബന്ധിക്കുന്നതിന് ചെറിയ ചില തടസ്സങ്ങളുണ്ടായിരുന്നു, തിരക്കുകളുണ്ടായിരുന്നു. എങ്കിലും സാറിൻ്റെ സ്നേഹബുദ്ധിയുള്ള നിർബന്ധം എന്നെ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് ഇടയാക്കി. അതോടൊപ്പം ബഹുമാനപ്പെട്ട ജേക്കബ് പുന്നൂസ് സാറിൻ്റെ സാന്നിധ്യവും അതിനൊരു കാരണമാണ്. ജേക്കബ് പുന്നൂസ് സാറിൻ്റെ ഒരു കസിൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമുണ്ട്. അപ്പോൾ ചിലപ്പം ആ കസിനും ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ഒരു ചിന്താ വിഷയമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ജേക്കബ് പുന്നൂസ് സാറിൻ്റെ അവതരിപ്പിക്കുന്ന വിഷയം യൂത്ത് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്നുള്ളതാണ്. യുവതയും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് എനിക്കും ഒരുപാട് സംസാരിക്കാനായിട്ട് താല്പര്യമുള്ള ഒരു വിഷയമായിട്ടാണ്. എന്നാൽ പ്രിയപ്പെട്ട സാറിനെ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒട്ടും തന്നെ ആ സമയം അപഹരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ 90കളിൽ 91, 93 കാലഘട്ടത്തിൽ ഒരു സോഷ്യൽ വർക്ക് സ്റ്റുഡൻറ്, മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് എന്നുള്ള കോഴ്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു പ്രോജക്റ്റ് വർക്ക് ദ സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഫാമിലീസ് ഓഫ് ആൽക്കഹോളിക്സ് എന്നതിനെക്കുറിച്ച് ഞാനൊരു പഠനം നടത്തി. അപ്പോൾ കേരളത്തിലെ ഒരു ജോഗ്രാഫിക്കൽ അത് സെലക്ട് ചെയ്ത് ആ സ്ഥലത്ത് പോയി ഒരു 25 വീടുകൾ വിസിറ്റ് ചെയ്യണം എന്ന താല്പര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ രാത്രിയിൽ ഡിന്നർ കഴിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഒരു 25 വീടുകളിൽ പെട്ടെന്ന് പോകുന്നതിനുള്ള ഒരു റൂട്ട് മാപ്പൊക്കെ ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഫാദർ പറഞ്ഞു,
സോളമൻ ഒന്നും പേടിക്കേണ്ട, ആദ്യത്തെ 25 വീടുകളിൽ, ആദ്യം കാണുന്ന 25 വീടുകളിൽ അങ്ങ് കയറിയാൽ മതി എന്ന് പറഞ്ഞു. ആ വാക്കുകളുടെ സൂചന നമുക്കറിയാം. എല്ലാ വീടുകളിലും ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. ആ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് അവിടെ എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് എന്നൊരു സൂചനയാണ്. അന്ന് ലഹരി വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ ആൽക്കഹോൾ കൺസംഷൻ എന്നുള്ളതായിരുന്നു മനസ്സിലുള്ള ചിന്ത. എന്നാൽ ഇന്ന് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. പ്രത്യേകിച്ച് കേരളത്തിൽ വർത്തമാന പത്രങ്ങൾ, മാധ്യമങ്ങളൊക്കെ കാണുന്നവർക്ക് അറിയാം, ഇത് വലിയ ഒരു നീരാളിപ്പിടുത്തമായിട്ട് മാറിയിട്ടുണ്ട് എന്നറിയാം. ഞാൻ പ്രിയപ്പെട്ട വിൽസൺ സാർ പറഞ്ഞതുപോലെ മലയാലപ്പുഴ നവജീവ കേന്ദ്രം ഡി അഡിക്ഷൻ സെന്റർ ആണ്. ആ ഡി അഡിക്ഷൻ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ചുമതല വഹിക്കുമ്പോഴും ഇതുപോലെ ലഹരി വസ്തുക്കൾക്ക് അടിമകളായിട്ടുള്ള ധാരാളം ആളുകളോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട്, അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് മദ്യാസക്തി രോഗവും ചികിത്സയും എന്നൊരു പുസ്തകവും ആ സമയത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സാമൂഹ്യ രോഗമാണ്, ഇതൊരു സാമ്പത്തിക രോഗമാണ്, ഇതൊരു കുടുംബ രോഗമാണ്, ഇതൊരു വൈകാരിക രോഗമാണ്, ഇത് ഒരു ശാരീരിക രോഗമാണ്, മാനസിക രോഗമാണ്. ഇത് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ഇത് രോഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 35 വർഷം മുമ്പ് ആൽക്കഹോളിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഉപയോഗം കൊണ്ട് തന്നെ ഒരുവനെ അഡിക്റ്റ് ആക്കി തീർക്കുകയും അവന്റെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളെയും വളരെ മാരകമായിട്ട്, ദോഷകരമായിട്ട്, നാശകരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയം ഇന്ന് പ്രത്യേകിച്ചും, ഒരു കാലത്ത് 15 വയസ്സോ 18 വയസ്സോ ആയിരുന്നു ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു ആവറേജ് ഏജ് ലെവലെങ്കിൽ, ഇത് ബഹുമാനപ്പെട്ട ജേക്കബ് പുന്നൂസ് സാർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ സംസാരിക്കാൻ പോവുകയാണല്ലോ. ആ ഏജ് ലെവലൊക്കെ വളരെ വളരെ താണ്. ചൈൽഡ്ഹുഡ് ഏജിൽ തന്നെ ഇതിന് അടിമകളായി തീരുന്നവരുടെ എണ്ണം വളരെ ഭയാനകമായിട്ട് നമ്മളുടെ നാട്ടിൽ വളർന്നു വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ അതിൻ്റെ ഒരു നീരാളിപ്പിടുത്തത്തിൽ ആണ്ടുപോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റിന്റെ തലത്തിലും ഔദ്യോഗിക തലങ്ങളിലൊക്കെ വിവിധ പ്രോഗ്രാമുകൾ, വിവിധ കോൺസെൻട്രൈസേഷൻ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട്. എന്നാൽ എത്രമാത്രം ഈ നാശകരമായ പിടുത്തത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നത് നമ്മൾക്ക് അതിനെക്കുറിച്ച് എങ്ങനെ അതിൻ്റെ വിവിധ വശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട സാറിൻ്റെ ചർച്ചയിൽ, ഇന്നത്തെ പ്രസന്റേഷനിൽ നമ്മളെ സഹായിക്കും എന്നതുകൊണ്ട് ആ ഏരിയയിലുള്ള എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് പുന്നൂസ് സാറിനെ നമ്മൾക്ക് ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി നമ്മുടെ ഈ ലൈറ്റ് ടു ലൈറ്റ് ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ പ്രിയപ്പെട്ട സാറിനെ അടുത്തറിയുന്നവരാകാൻ വളരെയധികം സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ സാറിനെ വായിക്കുകയും കാണുകയും സോഷ്യൽ മീഡിയയിലൊക്കെ സാറിൻ്റെ മെസ്സേജസ് ഒക്കെ കേൾക്കുകയും ചെയ്യുന്നവരാണ് എല്ലാവരും എന്നതുകൊണ്ട് തന്നെ സാറിനെ കുറിച്ച് ഒരു പുതിയ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹം. വളരെ സുദീർഘമായിട്ട് കേരളത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നുള്ള പോസ്റ്റ് ഇരുന്നിട്ടുള്ളതാണ്. പോലീസിലെ ഒരു സൗമ്യ മുഖമായിട്ട് നമുക്ക് പ്രിയപ്പെട്ട ജേക്കബ് പുന്നൂസ് സാറിനെ കാണാനായിട്ട്, ഈ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ പോലീസിലുള്ള ഒരു സൗമ്യ മുഖം ആയിട്ട് പ്രിയപ്പെട്ട സാറിനെ കാണാനായിട്ട് എപ്പോഴും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനത് സാറിനോട് നേരത്തെ പറഞ്ഞിട്ടില്ല എങ്കിലും എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. പോലീസിലുള്ള ഒരു സൗമ്യ മുഖമായി, ഒരു മാന്യതയുടെ മുഖമായി പ്രിയപ്പെട്ട സാറിനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവർ പ്രിയപ്പെട്ട വിൽസൺ സാറിനെ കുറിച്ച് ഒരു റൈറ്റപ്പ് നമ്മളുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നല്ലോ. പഠന കാര്യങ്ങളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ പറയും, സ്വന്തമായി ഒരു വഴി വെട്ടിത്തെളിച്ച് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വിഷണറികളായിട്ടുള്ള ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു വിഷണറി ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു പ്രിയപ്പെട്ട സാർ എന്ന് പറയുന്നതിൽ നമുക്ക് വലിയ സന്തോഷം. ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസിനെ ലൈഫിൽ പാലിക്കാനായിട്ട് നല്ല പരിധി വരെ സാറിന് ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാറിനെ പോലുള്ളവർ നമ്മളുടെ ഈ ഗ്രൂപ്പിൽ വരികയും സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് തന്നെ ഒരു വലിയ അനുഗ്രഹമാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. പ്രിയപ്പെട്ട സാറ് വഹിച്ചിട്ടുള്ള ഔദ്യോഗിക കാര്യങ്ങൾ, നാഷണൽ ഗെയിംസിന് ഉൾപ്പെടെയുള്ള നേതൃത്വങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ട വിൽസൺ സാറ് പറഞ്ഞിരുന്നത് കൊണ്ട് വീണ്ടും അത് ആവർത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. സാറ് നല്ലൊരു സഭാസ്നേഹിയായ വ്യക്തിയായിട്ട്, പ്രത്യേകിച്ചും ഈ റിട്ടയർമെന്റിന് ശേഷം
വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലും സഭയുമായി ബന്ധപ്പെടുന്ന സേവന പ്രവർത്തനങ്ങളിലും എല്ലാം സാറിൻ്റെ ഒരു പ്രസൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാരാമൺ കൺവെൻഷൻ പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ സാറിൻ്റെ സാന്നിധ്യവും നല്ല വാക്കുകളും ഉത്തേജനം നൽകുന്ന വാക്കുകളും ഈ കേരള സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന് ഒരുപോലെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്നത് കാണാൻ സാധിച്ചു. സാറ് മാർത്തോമാ സഭയുടെ ഒരു നല്ല സ്നേഹിതനായി. മാർത്തോമാ സഭയിൽ സാറിന് നിരവധി ബന്ധുമിത്രാദികളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട് എന്ന് എനിക്ക് കുറച്ചൊക്കെ അറിയാം. അത് ഞാൻ വിശദമാക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് മാർത്തോമാ സഭയുമായിട്ട് വളരെയധികം നല്ല ബന്ധം പ്രിയപ്പെട്ട സാറിന് ഉണ്ട്. സാറിനെ വളരെ ഹൃദ്യമായി സ്നേഹപൂർവ്വം ഈ വിഷയം അവതരിപ്പിക്കുന്നതിനും ഇന്നത്തെ മീറ്റിങ്ങിലേക്കും ഞങ്ങളോടൊപ്പം ഈ സമയം ചിലവഴിക്കുന്നതിലേക്കും വളരെ ഹൃദ്യമായി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ഫോറത്തിലെ അംഗങ്ങളെല്ലാവരും വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. എല്ലാവരെയും, ആരുടെയും പേര് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സാറിന്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട സുനിലച്ച, ഇപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ പറഞ്ഞ ഏറ്റവും ബഹുമാനപ്പെട്ട സോളമനച്ച, എന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ച വിൽസൺ തോമസ്, അദ്ദേഹം ക്ഷണിക്കാൻ കാരണക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട കസിൻ ജിബു. ഐ തിങ്ക് ജിബു വിൽ ബി സംവെയർ ഇൻ ദിസ്. I don't see him. There are only 5 for me. വളരെ നാളുകളായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ലൈറ്റഡ് ടു ലൈറ്റൻ എന്നുള്ള ഈ കൂട്ടായ്മ. ഇവിടെ മിസ്റ്റർ വിൽസൺ സൂചിപ്പിച്ചതുപോലെ ഇത് 250ാമത്തെ മീറ്റിംഗ് ആണ്. 250 എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു നമ്പറാണ്. കോവിഡിലാണ് ഇത് ജനിച്ചത്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ കോവിഡിൽ കുരുത്തപ്പോൾ കോവിഡിലുള്ള എല്ലാ അതിജീവനത്തിൻ്റെതായ എല്ലാ ഗുണഗണങ്ങളും ഈ കൂട്ടായ്മ ആർജിച്ചിട്ടുണ്ട്. 250 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5 വർഷം ആകാൻ പോകുന്നു. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരും, അത് നടത്തുന്നവരുടെ നിശ്ചയദാർഢ്യം, ഇതെല്ലാം തന്നെ ഞാൻ ആ കാര്യത്തിൽ നിങ്ങളെ അനുമോദിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, ഞാൻ ജിബുവുമായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ വളരെ കാലമായിട്ട് കേരള സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും വളരെ വളരെ കാര്യമായി പരിഗണിക്കേണ്ട നിരവധി വിഷയങ്ങളെക്കുറിച്ച് നിരവധി ആളുകൾ നിങ്ങളുമായിട്ട് സംവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംവദിച്ചിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഏതാണ്ട് 1 കൊല്ലം മുമ്പ് ജിബു മുഖാന്തരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ സമൂഹത്തിൽ ക്രിസ്ത്യാനികളായി ജീവിക്കുമ്പോൾ ഈ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ആ പ്രശ്നങ്ങളിൽ ക്രൈസ്തവ സാക്ഷ്യം എങ്ങനെ നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ കൂട്ടായി ആലോചിക്കുന്നത് വളരെ വളരെ യോഗ്യമായ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. സമയം വളരെ വൈകിയിരിക്കുകയാണ്. ഇപ്പം തന്നെ 8:57 അതുകൊണ്ട് ഞാൻ വേഗം എന്നെ ഏൽപ്പിച്ച വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഡ്രഗ്സിനെ കുറിച്ചാണ്. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ട വിഷയവും അതാണ്, ഡ്രഗ്സ്, മയക്കുമരുന്നുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലഹരി എന്നുള്ള പദത്തിന് വളരെ വിപുലമായ അർത്ഥമുണ്ട്. സോളമൻ അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ അടിമപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ മദ്യത്തിനായിരിക്കാം. പുകവലിയും വേറൊരു തരം ലഹരിയാണ്. അപ്പം അങ്ങനെ പുകവലിയും മദ്യപാനവും ഒക്കെ ലഹരി വസ്തുക്കളാണെങ്കിലും ഇന്ന് ഈ അല്പസമയം നമുക്കുള്ളതിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡ്രഗ്സിനെ കുറിച്ചാണ്. ഇതിൽ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സാധാരണ ആരും അതിനെക്കുറിച്ച് അങ്ങനെ പറയാറില്ല. നമ്മൾ പലപ്പോഴും ഈ ഡ്രഗ്സ് എന്നുള്ള പ്രശ്നം we think of it as an individual character defect. നമ്മുടെ ഒരു വ്യക്തിക്കുണ്ടായ ഒരു സ്വഭാവ വൈകൃതമെന്നോ നന്മയിൽ നിന്ന് അയാൾ മാറിപ്പോകുന്നതിൻ്റെ ഒരു കാര്യമായിട്ടാണ് നമ്മളതിനെ പലപ്പോഴും പരിഗണിക്കാറുള്ളത്. അത് തന്നെയാണ്. പക്ഷേ
ഇതിന് വേറൊരു വലിയ ഡയമെൻഷൻ ഉണ്ട്. ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഇതൊരു ക്രിമിനൽ മാഫിയ ബോധപൂർവം പ്രവർത്തിക്കുന്നതാണ്. ഇതിന്റെ പിന്നിൽ ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിൽ, ഒരു യുവാവിന് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെ വിപുലമായ ഒരു ചെറിയ രീതിയിലുള്ള ഒരു മാഫിയ അല്ല. ഒരു MDMA ഒരു ഗ്രാമോ 1/2 ഗ്രാമോ ഒരു കുട്ടിക്ക് എറണാകുളത്തോ തിരുവനന്തപുരത്തോ ലഭിക്കുന്നുണ്ടെങ്കിൽ അതവിടെ വന്നെത്തിയതിന്റെ പുറകിൽ അന്തർദേശീയ ബന്ധങ്ങളുള്ള വളരെ വിപുലമായ ഒരു മാഫിയ നിലവിലുണ്ട്. ഈ മാഫിയയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കേരള സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വലിയ ഒരു 2-3 ലക്ഷം ആളുകളുള്ള ഒരു കൂട്ടായ്മയുടെയോ ഒക്കെ ബലത്തിന് അതീതമായിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക അധികാര ശക്തിയുള്ളവരാണ് ഈ മാഫിയയുടെ പുറകിലുള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിതിനെ എതിർക്കുമ്പോഴും ഇതിനെതിരായിട്ട് സംസാരിക്കുമ്പോഴും ഒരു മാഫിയ പ്രവർത്തനത്തെയാണ് നമ്മൾ എതിർക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ മാഫിയയുടെ ചരിത്രം പരിശോധിച്ചാൽ വളരെ രസകരമാണ്. നമ്മൾ ഒരിക്കലും ബ്രിട്ടീഷുകാരെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല. അവരത്ര നല്ല ആളുകളാണ്, വളരെ കൾച്ചേർഡ് ആണ്, സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, സംസ്കാര സമ്പന്നരാണ്. ഇതൊക്കെ തന്നെയാണ് ബ്രിട്ടീഷുകാർ. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയും നമ്മുടെ വിദ്യാഭ്യാസവും അറിവും ഷേക്സ്പിയറും ലോകത്തിന് വലിയ മഹത്തായ സംഭാവന നൽകിയിട്ടുള്ള ഒരാളുകളാണ് ബ്രിട്ടീഷുകാർ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ലോകത്തെ മാഫിയ, മയക്കുമരുന്നിൻ്റെ ഒരു മാഫിയ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു സംഘടനയുണ്ട്. ആ സംഘടന ഒരു ബ്രിട്ടീഷ് സംഘടനയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ കോൺകർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി. ഈ കമ്പനി 19-ാം നൂറ്റാണ്ടിൽ 3 യുദ്ധങ്ങളാണ് ചൈനയുമായിട്ട് നടത്തിയത്. നിങ്ങളുടെ കയ്യിൽ എല്ലാവരും ഇപ്പം മൊബൈൽ ഫോൺ കാണും. നിങ്ങൾക്കെല്ലാം ഇപ്പം തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ചൈനയുമായിട്ട് 3 യുദ്ധങ്ങളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയത്. ദിസ് ഈസ് നോൺ ആസ് ദി ഫസ്റ്റ് ഓപ്പിയം വാർ, സെക്കൻഡ് ഓപ്പിയം വാർ, തേർഡ് ഓപ്പിയം. 3 യുദ്ധങ്ങൾ നടത്തിയതിൻ്റെ ഉദ്ദേശം നമ്മൾ കേൾക്കും. ഓപ്പിയം മറന്ന് കേട്ട് ചൈനക്കാരെല്ലാം ഓപ്പിയം ഉപയോഗിക്കുകയായിരുന്നു, ബ്രിട്ടൻ അതിനെ തടയാൻ വേണ്ടി ശ്രമിച്ചെന്നായിരിക്കും നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്. അങ്ങനെയല്ല, തിരിച്ചാണ്. ചൈനയുടെ എംപറേഴ്സ് ഇവിടെ മയക്കുമരുന്ന് വിൽക്കാൻ ഞാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ പട്ടാളവുമായിട്ട് ചൈനയിൽ ചെന്ന് ചൈനക്കാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ആദ്യത്തെ യുദ്ധത്തിൽ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. 2-ാമത്തെയോ 3-ാമത്തെയോ യുദ്ധത്തിൽ ചൈന അടിയറവ് പറഞ്ഞ് അവർക്ക് അവസാനം ചൈനയിൽ മയക്കുമരുന്ന് വിൽക്കാനുള്ള അധികാരം എംപററിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. ആ മയക്കുമരുന്ന് സ്റ്റോർ ചെയ്യാനുള്ള താവളമാണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഹോങ്കോങ്. ഈ ഹോങ്കോങ് എന്നൊരു ബ്രിട്ടീഷ് ഏരിയ ആയത് ആ ഓപ്പിയം വാറിന്റെ ഫലമായിട്ടാണ്. അന്നത്തെ കറുപ്പ്, ചൈനയിൽ വിൽക്കാനുള്ള കറുപ്പ് ചൈനീസ് എംപററുടെയോ ചൈനീസ് നിയമ സംവിധാനത്തിൻ്റെയോ പരിധിയിൽ വരാതെ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഒരിടമായിരുന്നു ഹോങ്കോങ് എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഹോങ്കോങ്ങിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാനിവിടെ പോയിട്ടുണ്ട്. അത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. നമുക്കങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. ലോകം വളരെ വളരെ മാറിയിരിക്കുന്നു. പക്ഷെ ഇതാണ് അതിൻ്റെ ചരിത്രം. അന്ന് ബ്രിട്ടൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുള്ള, ഇപ്പോൾ അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ടാരിഫ് വാർ, ട്രേഡ് വാർ ഒക്കെ നടത്തുന്നു. 17-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലും ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുള്ള ട്രേഡ് വന്നപ്പോൾ ഇന്ത്യക്കാണ് ഫേവറബിൾ ട്രേഡ് ബാലൻസ്. ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാൻ അവർക്ക് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ബ്രിട്ടൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് വളരെയധികം വർദ്ധിക്കുകയും ഇത് വലിയ പ്രശ്നമാകുകയും ചെയ്തു. അപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ചും വെള്ളം ധാരാളമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഓപ്പിയം നട്ടുവളർത്തുക. ഓപ്പിയം നട്ടുവളർത്തി പോപ്പി കൃഷി നടത്തിയതിന് ശേഷം, ഈ പോപ്പി കൃഷി ബ്രിട്ടീഷ് മോണോപ്പൊളി ആയിട്ട് നടത്തിയതിന് ശേഷം ഓപ്പിയം കർഷകരിൽ നിന്ന് ഈ ഓപ്പിയം സംഭരിച്ച് അത് ചൈനയിൽ കൊണ്ട് വിൽക്കുക.
ഇങ്ങനെ ഇന്റർനാഷണൽ ഓപ്പിയം ട്രേഡ് സാമ്രാജ്യ ശക്തികളുടെ അംഗീകാരത്തോടു കൂടി അവരുടെ അധികാരം ഉപയോഗിച്ച് അവരുടെ പട്ടാളത്തെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഗതിയാണ് ഓപ്പിയം ട്രേഡ്. അതിനു മുമ്പ് തന്നെ കാലാകാലങ്ങളായിട്ട് 2000 അല്ലെങ്കിൽ 3000 വർഷങ്ങളായിട്ട് മനുഷ്യർ ഇങ്ങനെയുള്ള മയക്കുമരുന്ന് വസ്തുക്കൾ ഉപയോഗിച്ചതായിട്ട് നമുക്കറിയാം. പക്ഷേ സംഘടിതമായിട്ട് വ്യാപാര ലാഭത്തിന് വേണ്ടി രാജ്യങ്ങളുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഒരു ഓപ്പിയം ആളുകളെ കൊണ്ട് നിർബന്ധിച്ച് അല്ലെങ്കിൽ പെർsuade ചെയ്ത് ഉപയോഗിപ്പിക്കുന്ന ഒരു മയക്കുമരുന്നിന് അനുകൂലമായിട്ടുള്ള ഒരു സംഗതി നടന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്താണ്. അതിനുശേഷമാണ് ലോകത്തിൽ ഒരു മാഫിയ, ഇന്റർനാഷണൽ മാഫിയ, ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മയക്കുമരുന്നുകൾ മറ്റു രാജ്യത്ത് കൊണ്ടുകൊടുക്കാനുള്ള അന്തർദേശീയ ബന്ധങ്ങൾ, അന്തർദേശീയ ചാനലുകൾ, റൂട്ടുകൾ മയക്കുമരുന്ന് പ്രസ്ഥാനത്തിന് ഉണ്ടായത്. ഇതിപ്പോൾ അങ്ങോട്ട് വർദ്ധിച്ച് സൗത്ത് അമേരിക്കയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിയാം. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കൊളംബിയ എന്നോ പനാമ എന്നോ നിക്കരാഗുവ എന്നോ വെനിസുല എന്നൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ ഡ്രഗ് എന്നുള്ളൊരു വാക്ക് ടൈപ്പ് ചെയ്താൽ തന്നെ എത്രമാത്രം അവിടെ ഉള്ളത് ഓപ്പിയമല്ല, അവിടെ കൊക്കൈനാണ്. അങ്ങനെ രാജ്യങ്ങൾ തന്നെ ഭരിക്കുന്ന അധികാരം ഈ മാഫിയ നേടിയെടുത്തിട്ടുണ്ട്. കാരണം ഇതുമൂലം ജനറേറ്റ് ചെയ്യപ്പെടുന്ന പണത്തിൻ്റെ അളവ് അത്ര വലുതാണ്. 1 ഗ്രാമിനും 2 ഗ്രാമിനും ഒക്കെ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഡോളർ വിലയുള്ള സാധനങ്ങളാണ് മാർക്കറ്റിൽ, അത്ര വിലയുള്ള സാധനങ്ങളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഉൽപ്പാദനത്തിന് ചിലവ് വളരെ തുച്ഛമാണ്. അപ്പോൾ സർക്കാരുകളുടെ നിയമ സംഹിതയും പോലീസിൻ്റെ നിയമ സംഹിതയും ഒക്കെ അതിജീവിച്ച് വളരെ ലാഭം ഉണ്ടാകുന്ന ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ, അവിടെ ലഭിക്കുന്ന പണം, അതിനുവേണ്ടി അവർ ചിലവാക്കുന്ന എഫർട്ട്, കപ്പലുകളുണ്ട്, വിമാനങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ആരെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള പണമുണ്ട്. ഇങ്ങനെ വലിയ അന്തർദേശീയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ശൃംഖലയുടെ ഒരു ചെറിയ അറ്റമാണ് ഏതെങ്കിലും സ്കൂളിൻ്റെ വരാന്തയിൽ പോയി ഒരു കുട്ടിക്ക് ഈ ഒരു സംഗതി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്ര ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ കുട്ടിയുടെ പ്രശ്നം ഒരു പേഴ്സണൽ പ്രശ്നം, ആ കുട്ടിയുടെ കൗൺസിലിംഗ് പ്രശ്നം ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെയോ ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിൻ്റെയോ പ്രശ്നമാണ്. ആ കുട്ടിയുടെ പ്രശ്നം ഒരു കുടുംബ പ്രശ്നമാണ്. അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ ഇത് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, സാമ്പത്തിക, എല്ലാത്തിൻ്റെ, നമുക്ക് ചിന്തിക്കാവുന്ന മാനസിക പ്രശ്നമാണ്. എല്ലാ തരത്തിലുള്ള പ്രശ്നമാണിത്. പക്ഷേ ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു കുട്ടി വഴിപിഴച്ചു പോകുന്ന കൊണ്ടല്ല. ആയിരക്കണക്കിന് കുട്ടികൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, 10,000-കണക്കിന് യുവാക്കൾ ഇന്ന് കേരളത്തിലേക്ക് ഇത് ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ പുറകിൽ നമ്മളൊക്കെ മനസ്സിലാക്കാവുന്നതിനപ്പുറത്തേക്ക്, നമ്മളൊക്കെ ചിന്തിക്കാവുന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള അന്തർദേശീയ മാഫിയകൾ ഇതിൽ പ്രവർത്തിക്കുന്നു. നമുക്കാർക്കും സ്വതന്ത്രമായിട്ട് കിട്ടുന്ന ഒരു സാധനമല്ലല്ലോ MDMA എന്ന് പറയുന്നത്. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്, കേരളത്തിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സംഗതി കഞ്ചാവ്. ഈ കഞ്ചാവ് കേരളത്തിലൊരു പുതിയ സംഗതിയല്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ധാരാളമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഹിപ്പികൾ നമ്മുടെ ഇടുക്കി ജില്ലയിലേക്ക് വരുമായിരുന്നു. അത് നിങ്ങളിൽ പ്രായമുള്ളവർക്കെല്ലാം ഓർമ്മയുള്ള സംഗതിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വിശിഷ്ടമായ അല്ലെങ്കിൽ ഏറ്റവും ലഹരിയുടെ ഹരം ഏറ്റവും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്ന കഞ്ചാവ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ല. 1986 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതിന് ശേഷമാണ് കഞ്ചാവിനെ അതിനകത്ത് ഉൾപ്പെടുത്തുകയും കഞ്ചാവിനെതിരായിട്ട് നടപടിയെടുക്കാനുള്ള അധികാരം പോലീസിന് ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സംഗതി ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് പറയാറില്ല. 1986-നും 1996-നും ഇടയ്ക്ക് കേരളത്തിലെ പോലീസും കേരളത്തിലെ എക്സൈസും കൂടി പ്രവർത്തിച്ച് കേരള വനങ്ങളിലുള്ള കഞ്ചാവ് കൃഷി ടോട്ടലി ഇല്ലാതാക്കി. കേരളത്തിലെ വനങ്ങളിൽ ഇപ്പോൾ കഞ്ചാവ് കൃഷിയേ ഇല്ല. കേരളത്തിൽ ആരെങ്കിലും ഇപ്പോൾ കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്നേ ഇല്ല. ഇപ്പോൾ കേരളത്തിലെ കഞ്ചാവ് മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന സ്ഥിതിയിലേക്ക് മാറ്റി. ഇത് ഞാനിവിടെ പറയുന്നതിൻ്റെ കാര്യം,
ഒരു സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന് ചുമതലയുള്ള ഒരു ഏജൻസികൾ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു വലിയ സാമൂഹ്യ വിപത്തിനെതിരായി യാതൊരു സമ്മർദ്ദത്തിനും യാതൊരു അതിനെ സംബന്ധിച്ച നിയന്ത്രണങ്ങൾക്കും വഴങ്ങാതെ അവർ പുറപ്പെട്ടിറങ്ങിയാൽ, നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിയാൽ അവർക്കിത് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ 90കളിൽ 86കളിലും 80കളിലും 90കളിലും നടന്ന ഈ വലിയ പ്രവർത്തനത്തിന് ഞാനും ഭാഗഭാക്കായതുകൊണ്ട് എനിക്കറിയാം എത്രമാത്രം വളരെ കഷ്ടപ്പെട്ടാണ് വനാന്തർ ഭാഗത്തേക്കൊക്കെ കടന്നു ചെന്ന് ഈ കഞ്ചാവ് ചെടികൾ നശിപ്പിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്ത് അങ്ങനെ വളരെ ഏതാണ്ട് 10 കൊല്ലം ദീർഘിച്ച ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് കേരളത്തിലെ വ്യാപക കഞ്ചാവ് കൃഷി വനങ്ങളിൽ നമ്മൾ ഇല്ലാതാക്കിയത്. ഇത് നമുക്ക് വലിയ ഒരു സിഗ്നലാണ് തരുന്നത്. ഇങ്ങനൊരു ഭരണകൂടം വിചാരിച്ചാൽ ഇത് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ വലിയ വിപത്ത് വളരെ ശക്തിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡ്രൈവിലൂടെ നമുക്കിതിനെ നേരിടാൻ സാധിക്കും. അങ്ങനെ നേരിട്ടേ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് MDMA കൊണ്ടുവരുന്നതോ കഞ്ചാവ് ഇവിടെ വിൽക്കുന്നതോ ഇവിടെയുള്ള ആരെങ്കിലും ഇവിടെ ലോക്കലായിട്ട് പ്രാദേശികമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല. ഇവരെല്ലാം വളരെയധികം പണം ഉണ്ടാക്കുന്ന, വളരെയധികം പണം കൈകാര്യം ചെയ്യുന്ന, വളരെയധികം സമ്മർദ്ദശേഷിയുള്ള, പ്രേരണാശേഷിയുള്ള ഏതോ ഒരു വലിയ ഒരു കൂട്ടായ്മയുടെ വലിയൊരു ഭാഗമാണ്, ചെറിയ ഭാഗമാണ് ഓരോരുത്തരും. അപ്പൊ ഇതിനെതിരായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം ആവശ്യപ്പെടേണ്ടത്, ചിന്തിക്കേണ്ടത് വളരെ സംഘടിതമായിട്ടുള്ള നിയമസമാധാനം പാലിക്കുവാൻ കടപ്പെട്ട ഏജൻസികൾ ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. കേരളത്തിൽ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആയിരക്കണക്കിന് കേസുകളുള്ളതും 10,000-കണക്കിന് പേരുകളെ മുമ്പ് കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ആരോ ഇടയ്ക്ക് സംസാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള റെയ്ഡുകൾ കേരള പോലീസ് വളരെ കുറച്ചു നാളായിട്ട്, കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് വളരെ സംഘടിതമായിട്ട്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുപോലെ വളരെ ഊർജ്ജസ്വലമായിട്ട് കേരള പോലീസ് ഇതിനെതിരായിട്ട് നടപടികൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ധാരാളം കേസുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ ഇത് നമ്മുടെ കുറ്റകൃത്യ നിലവാരത്തെ നമ്മൾ വലുതായിട്ട് ബാധിച്ചിട്ടില്ല. ഇപ്പോഴും സാധാരണഗതിയിൽ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമൂഹങ്ങളിൽ കൊലപാതക നിരക്ക് വളരെ കൂടേണ്ടതാണ്. ഇപ്പോഴും കേരളത്തിലെ കൊലപാതക നിരക്ക് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നിരക്കാണ്. അതിൽ കാര്യമായിട്ടുള്ള വർധനവ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം മയക്കുമരുന്നിൻ്റെ ഉപയോഗം ധാരാളമായിട്ടുണ്ടെങ്കിലും ഇതിനെതിരായിട്ട് പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും നടത്തുന്ന പ്രവർത്തനങ്ങൾ പല രീതികളിൽ നിങ്ങൾക്കെല്ലാം അറിയാം. പല പ്രസ്ഥാനങ്ങളിലൂടെ സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിലും വളരെ വിജിലൻ്റായിട്ട് കേരള പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അവർ വിജയിക്കുന്ന ഒരു പോരാട്ടമാണോ അതോ പരാജയപ്പെടുന്ന ഒരു പോരാട്ടമാണോ എന്നുള്ളത് തുല്യ ശക്തികളാണോ ഇതിൽ പോരാടുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അത്രമാത്രം ഇപ്പൊ കേരളത്തിന്റെ സമുദ്രത്തിൽ കൂടി മയക്കുമരുന്ന് വരികയാണെങ്കിൽ നമ്മൾ എവിടെയാണ് നിയന്ത്രിക്കുന്നത്? സമുദ്രത്തിൽ എത്രമാത്രം സുരക്ഷിതമാണ് നമ്മുടെ കടൽ തീരം? 10,000-കണക്കിന് 20,000 25,000-ഓളം ബോട്ടുകൾ തന്നെ നമ്മുടെ കടൽ തീരത്തുണ്ട്. ഈ ബോട്ടൊക്കെ പുറംകടലിൽ പോകുന്ന ബോട്ടുകളാണ്. പിന്നീട് ഇതിനകത്തിൽ വന്നിരിക്കുന്ന വലിയൊരു സംഗതി, അന്തർദേശീയ ടെററിസത്തിന്റെ, ഞാൻ വളരെ ശ്രദ്ധിച്ച് പറയുകയാണ്, അന്തർദേശീയ ടെററിസ്റ്റ് മൂവ്മെന്റിന്റെ കറൻസിയാണ് ഡ്രഗ്സ്. അവർക്ക് വേറെ നോട്ടൊന്നും കിട്ടുന്നില്ല. അവർക്ക് ആയുധം വാങ്ങിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു കറൻസിയാണ് ഈ ഡ്രഗ്സ്. ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിലെ നമ്മൾ പറയുന്ന ഒരു പ്രത്യേക സംഘടനയുണ്ട്. ഞാൻ ആരുടെയും പേര് ഇവിടെ പരാമർശിക്കുന്നില്ല. അതൊക്കെ വളരെ അവിടെയുള്ള ശക്തമായ ഒരു സംഘടന. ആ സംഘടനയാണ് അമേരിക്കയിലൊക്കെ ബോംബ് ചെയ്തതിനൊക്കെ, ന്യൂയോർക്കിലൊക്കെ ബോംബ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. അവരുടെ പ്രധാന വരുമാന മാർഗം തന്നെ അഫ്ഗാനിസ്ഥാനിലെ 8-9 ജില്ലകളിലുള്ള വ്യാപകമായ, കുട്ടനാട്ടിൽ നെൽകൃഷി ഉണ്ടായിരുന്ന പോലാണ് അവരവിടെ കഞ്ചാവ് കൃഷി ചെയ്യുന്നത്. അപ്പൊ ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ നേതൃത്വത്തിൽ തന്നെ കഞ്ചാവ് കൃഷി ചെയ്യുകയും അവർക്ക് വേണ്ട ആയുധങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി, കഞ്ചാവല്ല, ഓപ്പിയം
ഓപ്പിയം അവർ കൃഷി ചെയ്യുകയും ആ ഓപ്പിയം കൃഷി ചെയ്തതിനു ശേഷം ആ ഓപ്പിയം ഡിസ്റ്റിൽ ചെയ്തിട്ട് അതിൻ്റെ പ്രോഡക്ട്സ് ഹഷീഷായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളായിട്ടോ മാറ്റി ഓയിലായിട്ടോ മാറ്റിയതിന് ശേഷം അത് കടലിൽ കൊണ്ടുപോയി കടലിലേക്ക് കടത്തി കടലിൽ വെച്ച് അത് ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി അവർ മറ്റു ഗ്രൂപ്പുകൾ കൊടുക്കുന്നു. ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത് നാർക്കോ ടെററിസം എന്നാണ്. നാർക്കോട്ടിക് സാധനങ്ങൾ ടെററിസ്റ്റ് മേഖലയിൽ വളർത്തിയതിന് ശേഷം ആ ടെററിസ്റ്റ് അവിടെ പോലീസൊന്നും കാണുന്നില്ല, ടെററിസ്റ്റ് തന്നെയാണ് അവിടുത്തെ പോലീസ്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവരത് കട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അന്തർദേശീയ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി അതിന് ഡീലേഴ്സിനെ ഏൽപ്പിക്കുന്നു. അവരതിന് പകരമായിട്ട് അവർക്ക് കൊടുക്കുന്നത് മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത വെപ്പൺസാണ്. അപ്പോൾ അന്തർദേശീയ ആയുധ ട്രേഡിൻ്റെയും അന്തർദേശീയ ടെററിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള കറൻസിയാണ് നമ്മുടെ ഈ ഡ്രഗിൻ്റെ പ്രൊഡക്ഷനും ട്രേഡും. ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഇന്ത്യയിൽ കഞ്ചാവ് ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ വരുന്ന കഞ്ചാവൊന്നും കേരളത്തിലേതല്ല. ഇത് പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആന്ധ്രയുടെയും ഒറീസയുടെയും ഛത്തീസ്ഗഡിൻ്റെയും ഇടയ്ക്കുള്ള ഒരു പ്രദേശം. ഇവിടെ നല്ല മഴയുള്ള പ്രദേശമാണ്, ബംഗാൾ ഉൾക്കടലിൻ്റെ കാറ്റടിക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് സമൃദ്ധമായിട്ട് അത്. പക്ഷേ അത് വളരെ കാലങ്ങളായിട്ട് 90കളുടെ ആരംഭം മുതൽ അടുത്ത കാലം വരെ അതെല്ലാം നക്സലൈറ്റ് ഇൻഫെസ്റ്റഡ് ഏരിയ ആയിരുന്നു. അവിടെ സാധാരണ പോലീസിങ് നടത്താൻ വളരെ പ്രയാസമുള്ള മേഖലയിൽ നക്സലൈറ്റ് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ അവരുടെ മേൽപ്പറഞ്ഞ ആവശ്യം, അവർക്ക് ആയുധങ്ങൾ വേണം, പണം വേണം, ഇതൊക്കെ സംഭരിക്കാൻ വേണ്ടിയാണ് അവിടെ കഞ്ചാവ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അത് പ്രധാനമായിട്ടും അതുവഴിയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ധാരാളം അതിഥി തൊഴിലാളികൾ യാത്ര ചെയ്യുന്ന എല്ലാ ട്രെയിനുകളും കടന്നു പോകുന്നത് വിജയവാഡ, വിശാഖപട്ടണം മുതലായ സ്ഥലങ്ങളിൽ കൂടെയാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ എല്ലാ ദിവസവും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിൽ 10-100 പേരെ സ്വാധീനിച്ചാൽ ഒരു 1000-500 കിലോ കഞ്ചാവ് എല്ലാ ദിവസവും ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് വരുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് പ്രധാനമായും ഒറീസ, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് ഏരിയയിലാണ്. മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ആ പ്രദേശം കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇത് നടന്നുകൊണ്ട് വരുന്നത്. അപ്പോൾ വലിയ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക്, നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക്, നമ്മുടെ ഭരണക്രമത്തിൻ്റെ സുസ്ഥിരതയ്ക്ക്, നമ്മുടെ ക്രമസമാധാന ഏജൻസികളുടെ ഇൻറ്റഗ്രിറ്റിക്ക്, നമ്മുടെ പൊതുസമാധാനത്തിന്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ നിലനിൽപ്പിന് ഒക്കെ വളരെ അപകടകരമായി ബാധിക്കുന്ന രീതിയിലാണ് ഈ ഡ്രഗ് മാഫിയയുടെ പ്രവർത്തനവും വളർച്ചയും. അപ്പോൾ അത് നമ്മൾ വളരെ വലിയ ഒരു സാമൂഹ്യ വിപത്തായി, ഒരു ഇന്റേണൽ സെക്യൂരിറ്റി പ്രോബ്ലമായി, ഒരു വലിയ അപകടമായി നമ്മളെല്ലാം അത് കാണേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ തന്നെ നമുക്കതിനെ കാണണം. പലപ്പോഴും നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ ഞാനീ പറഞ്ഞ ആസ്പെക്റ്റ് നമ്മളത് വിസ്മരിച്ചു പോകും. കാരണം ഇതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു ക്രമസമാധാനത്തിൻ്റെതായ ഏജൻസി, ദേശം, രാഷ്ട്രത്തിൻ്റെ ശക്തി, പൂർണ്ണ ശക്തി ഇതിനെതിരായിട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ ഇത് നമ്മളെ ഭരിക്കുന്ന ശക്തിയായിട്ട് മാറും. സൗത്ത് അമേരിക്കയിലെ പല രാജ്യങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. ഡ്രഗ് മാഫിയ തന്നെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ആയ സ്ഥലങ്ങൾ സൗത്ത് അമേരിക്കയിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യം തന്നെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കാൻ ശക്തിയുള്ളതാണ് ഈ ഡ്രഗ് ചലഞ്ച്. അത് വളരെ ശക്തിയായിട്ട് നമ്മൾ എടുക്കണം. അത് പൗരന്മാരായിരിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അങ്ങനെ തന്നെയായിരിക്കണം നമ്മളിതിനെ കാണേണ്ടത്. രണ്ടാമത്തെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ കുട്ടികളെ കുറിച്ച്. നമ്മുടെ കുട്ടികൾ കുട്ടികളെ എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം? ഈ അപകടത്തിൽ നിന്ന് കുട്ടികളെ എങ്ങനെ മാറ്റിയെടുക്കാം? അപ്പോൾ എനിക്ക് ഇവിടെ കുട്ടികളുണ്ടെങ്കിൽ, മാതാപിതാക്കളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വളരെ അസംബന്ധമായിട്ട് നമുക്ക് തോന്നും. ഇതിലൊരു പ്രധാന പ്രശ്നം, ഇതിനടിമകളാകുന്ന കുട്ടികൾക്കെല്ലാം തന്നെ, എൻ്റെ അനുഭവത്തിലെല്ലാം ഇവർക്കെല്ലാം
ആത്മാഭിമാനം എന്ന സംഗതി വളരെ കുറവാണ്. ആത്മാഭിമാനമാണ്. അത് എ ചൈൽഡ്, എ ബോയ്, എ ഗേൾ who is proud of his parents, a boy who is proud of himself, of his own achievements, proud of his teachers, who is socially committed. ഇങ്ങനെയുള്ള കുട്ടികൾ ആരും തന്നെ കഞ്ചാവിന് അല്ലെങ്കിൽ മയക്കുമരുന്നിനൊന്നും അടിമകളാകുന്നില്ല. ഇങ്ങനെ പോകുന്ന കുട്ടികൾ മുഴുവൻ ഏതോ കാരണത്താൽ ഞാൻ പരാജയപ്പെട്ടു, ഐ എം ബർത്ത്ലെസ്, എന്നെ കൊണ്ട് സമൂഹത്തിന് യാതൊരു ഗുണവുമില്ല, എന്നെ കൊണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്ക് യാതൊരു ഗുണവുമില്ല, ഞാൻ നല്ലതല്ല, ഇങ്ങനെ ഒരു സെൽഫ് എസ്റ്റീം നശിച്ചു പോകുന്ന ഒരു യുവ തലമുറ, ആ തലമുറ അംഗങ്ങളാണ് മിക്കവാറും. അവരെ സ്കൂളുകളിലോ കോളേജുകളിലോ നന്നായി പഠിക്കുന്നതായിരിക്കും, എന്തെങ്കിലും ബാഡ് കമ്പനി വന്നവരായിരിക്കും, ഏതെങ്കിലും തരത്തിൽ ആത്മനിന്ദ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വഴുതി വീഴുന്നവരോ വീണുകൊണ്ടിരിക്കുന്നവരായ കുട്ടികളാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കമ്പനികളിൽ പെടുന്നത്. ക്ലാസ്സിൽ വരില്ല, ക്ലാസ്സിൽ കയറാതെ വെളിയിൽ കൂടെ നടക്കുമ്പോൾ വേറെങ്കിലും കമ്പനിയിൽ പെടും, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ അടുത്ത കാലത്ത് അത് നമ്മൾ രക്ഷിതാക്കളാണെങ്കിൽ, പേരൻസ് ആണെങ്കിൽ, നമ്മൾ വെറുതെ പുസ്തകത്തിൽ പറയുന്നതല്ല ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ച എന്ന് പറയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്, ഇത് പലരും വീടുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, കുട്ടികൾ കേൾക്കുന്നുണ്ടായിരിക്കും, എന്നിരുന്നാലും ഞാനത് പറയാം. നമ്മളെല്ലാം ലക്ഷ്യം വെക്കേണ്ടത് കുട്ടികളുടെ സമഗ്രമായ വളർച്ചയാണ്. കുട്ടികളുടെ അക്കാഡമിക് വളർച്ച മാത്രമല്ല. പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഏതെങ്കിലും വഴിക്ക് കുട്ടി 18 or 19 വയസ്സാകുമ്പോൾ മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ ഏതെങ്കിലും എൻട്രൻസ് വഴി അവൻ രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു വ്യാകുലതയിൽ വി ആർ ഗിവിങ് എക്സസീവ് ഇമ്പോർട്ടൻസ് ടു അക്കാഡമിക് അച്ചീവ്മെന്റ്. എക്സസീവ്. ഇതിനെ ഞാൻ ഉദാഹരണത്തിന് എടുക്കാം. 2 ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ മെഡിസിൻ നീറ്റ് പരീക്ഷ എഴുതുന്നത്. എത്ര പേർക്ക് കിട്ടും? 4000 പേർക്ക് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 1,96,000 പേര് അബിനിറ്റോ, റൈറ്റ് ഫ്രം ദി സ്റ്റാർട്ട് ഇറ്റ് സെൽഫ്, ആർ ഡൂം ടു ഫെയിൽ ഇൻ ദിസ് നീറ്റ് എക്സാം. ആൻഡ് ഹൗ മെനി? എല്ലാ കൊല്ലം 4 ലക്ഷം കുട്ടികൾ ഇവിടെ ജനിക്കുന്നു. അതിൽ 2 ലക്ഷം കുട്ടികൾ ഈ പരീക്ഷ എഴുതുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ 50% വരുന്ന ഒരു പരിച്ഛേദം, അതിൽ 1,97,000 പേര്, അതായത് 49% വരും, 48% വരും. ഇവര് 19ാമത്തെ 20ാമത്തെ വയസ്സിൽ പരാജിതരാണെന്ന് മാത്രമല്ല, ആവർത്തിച്ച് പരീക്ഷ എഴുതിയതിനു ശേഷം പരാജിതരെന്ന് മുദ്ര കുത്തപ്പെട്ടവർ. അങ്ങനെ ഒരു സമൂഹത്തിലെ ഒരു നല്ല ഒരു ശതമാനം ആളുകളെ മുദ്ര കുത്തിക്കാൻ നമ്മൾ എങ്ങനെയാണ് നമ്മളതിന് വേണ്ടി ശ്രമിക്കുന്നത്? ആ കുട്ടികളുടെ അവർ ആലോചിച്ച് നോക്കുക. 15 വയസ്സ് മുതൽ 16 വയസ്സ് മുതൽ ട്യൂഷന് പോകുന്നു, പഠിക്കുന്നു, ഇങ്ങനെ എൻട്രൻസിന് വേണ്ടി പഠിച്ച് മറ്റൊന്നും വായിക്കുന്നില്ല. ചിലപ്പോൾ വേദപുസ്തകം തന്നെ വായിക്കുമെന്ന് എനിക്ക് സംശയമാണ്. അപ്പൊ അങ്ങനെ മറ്റ് പല കാര്യങ്ങൾ, ഏതെങ്കിലും സമയം കിട്ടുന്ന മുഴുവൻ സമയവും തന്നെ പഠിച്ച് വിജയത്തിലെത്താൻ കുഴപ്പമില്ല. അതിൽ ഭൂരിഭാഗം പേരും കിട്ടാതെ വരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നമ്മുടെ BA BSc അങ്ങനെയുള്ള കോളേജുകളിലൊക്കെ ചെന്നാൽ നമുക്കറിയാം, ഈ കുട്ടികളെല്ലാം തന്നെ എങ്ങനെ അവരുടെ സഹപാഠികളുടെ പോലും മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലാണ് പലരുടെയും മാനസികാവസ്ഥ. കാരണം ഇവരെല്ലാം പരിശ്രമിച്ച കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ പഠിച്ച് ആവർത്തിച്ച് പരാജിതരാകുന്ന ഒരു വലിയ കൂട്ടം ആളുകളെ നമ്മൾ കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇപ്പോൾ 40 വയസ്സിൽ താഴെയുള്ള 100 പേരെ എടുത്താൽ തീർച്ചയായിട്ടും അതിലൊരു 40 പേരെങ്കിലും ഈ നീറ്റിൽ തോറ്റവരായിരിക്കും. അപ്പൊ ഇങ്ങനെ തോൽവിയുടേതായിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരു അപ്പൊ ഇതിന് അക്കാഡമി, അതുപോലെ നമ്മുടെ കായിക എന്തൊക്കെയാണ്, കുട്ടി കഞ്ചാവിനോ മയക്കുമരുന്നിനോ അടിമയാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടി നല്ലപോലെ കളിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. അവന്റെ കായിക ശക്തിയിൽ അവൻ അഭിമാനിക്കുന്നവരായിരിക്കണം. അവന്റെ ശാരീരികമായ ബലത്തിലും ശാരീരികമായിട്ടുള്ള കഴിവിലും അവൻ അഭിമാനമുള്ളവനായിരിക്കണം. അങ്ങനെയാണോ നമ്മൾ കുട്ടികളെ വളർത്തുന്നത്? എത്ര കുട്ടികൾ കളിക്കുന്നുണ്ട്, എത്ര കുട്ടികൾ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്? ഇതൊക്കെ ഒരു കുട്ടിക്ക് വേണ്ട കാര്യമല്ലേ? ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ എത്രമാത്രം സമയമാണ് ഞാനതിന് വേണ്ടി ചെലവഴിച്ചത്?
അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ സ്വഭാവവും എൻ്റെ ശാരീരിക ശക്തിയും മനുഷ്യരുമായിട്ട് സഹകരിക്കാനുള്ള കഴിവും പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവും ഒക്കെ അതുകൊണ്ട് വർദ്ധിച്ചിട്ടല്ലേ ഉള്ളൂ. പുസ്തകം വായിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുന്ന അറിവാണോ കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്? എവിടെ നമ്മൾ കളികൾ? എന്തുകൊണ്ട് കുട്ടികളെ നമ്മൾ കളിപ്പിക്കുന്നില്ല? നമ്മുടെ സ്കൂളുകളിലെ കായികാധ്യാപകർ എവിടെ? ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പല നമ്മൾ തന്നെ നടത്തുന്ന പല പ്രശസ്ത സ്കൂളുകളിലും കായികാധ്യാപകനില്ല, ഗ്രൗണ്ടുകളില്ല. ഇതൊക്കെ അനാവശ്യമാണ്. പഠിത്തത്തിന് ഇതൊക്കെ അനാവശ്യമാണ്. റാങ്ക് കിട്ടാൻ ഇതൊന്നും വേണ്ട എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ച് കുട്ടികളുടെ ഒരു വലിയ പ്രവർത്തന മേഖല ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും വളരെയധികം സ്നേഹത്തോടുകൂടി പരസ്പരം സംവദിക്കാനും അച്ചീവ് ചെയ്യാനും. ഞാൻ നേരത്തെ പറഞ്ഞ ആത്മാഭിമാനം. ഞാൻ ഓട്ടത്തിൽ ഫസ്റ്റാണ്, ഞാൻ ചാട്ടത്തിൽ ഫസ്റ്റാണ്, ഞാൻ ഹൈ ജമ്പിൽ ഫസ്റ്റാണ്, ഞാൻ ജാവലിനിൽ ഫസ്റ്റാണ്, ഷോർട്ട് പുട്ടി ഫസ്റ്റാണ്. എന്തെല്ലാം കാര്യത്തിൽ കുട്ടിക്ക് ഫസ്റ്റാകാം. ഒരിക്കൽ ഫസ്റ്റായി അവൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ ബഹുമാനത്തിന് അവൻ പാത്രീഭൂതനായാൽ അവൻ എന്തെങ്കിലും അവനെ ഇല്ലാതാക്കുന്ന എല്ലാം മറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. ചിന്തിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ഏതെങ്കിലും മയക്കുമരുന്നടിച്ച് കിറങ്ങിയിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾ പോകുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമോ ലക്ഷ്യമോ അവന് മനസ്സിലാകാത്തതുകൊണ്ട്. അപ്പൊ ആത്മാഭിമാനം കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാ കുട്ടികളെയും പരാജിതരാക്കാതെ എനിക്ക് പാടാനറിയാം, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയാം, എനിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ അറിയാം, എനിക്ക് മോണോ ആക്ട് അറിയാം, എന്തെല്ലാം കാര്യങ്ങളാണ്. ആലോചിച്ച് നോക്കുക. ഒരു കുട്ടിക്ക് എക്സൽ ചെയ്യാവുന്ന, ഇപ്പൊ നമ്മൾ ചുറ്റും നോക്കിയാൽ അറിയാം നമ്മുടെ എന്തെല്ലാം ഈ ആധുനിക ജീവിതം എന്തെല്ലാം പ്രവർത്തന മേഖലകളാണ് ഒരു വ്യക്തിക്ക് മുമ്പാകെ തുറന്നു കൊടുത്തിരിക്കുന്നത്. ആ പ്രവർത്തന മേഖലകളൊന്നും നമ്മുടെ കുട്ടികൾക്ക് പോകണ്ട എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് ചെറിയ 2-3 സംഗതികളുള്ളൂ. അത് മാത്രം കിട്ടിയാലേ രക്ഷയുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മുടെ കുട്ടികളുടെ എല്ലാവിധമായ കഴിവുകളും വികസിച്ച് അവരുടെ കഴിവുകളുടെ പൂർണ്ണതയിലേക്ക് അവരെ വികസിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ നാം വൈമുഖ്യം കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാനും ഒരു രക്ഷകർത്താവാണ്, ഒരു മുത്തശ്ശനാണ്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ, ആലോചന, ഗൗരവപൂർവമായ പരിഗണന, ഭാവിയെക്കുറിച്ചുള്ള വളരെ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് ഈ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ ഭാവിയിൽ എന്തായിത്തീരണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ വളരെ സങ്കുചിതമായിട്ടാണോ ചിന്തിക്കുന്നത്? അതോ നമ്മളൊരു വിശാലമായ അവൻ്റെ പൂർണ്ണ വളർച്ചയാണ് ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ കാര്യമായിട്ട് ശ്രമിക്കണം. ഒരു കുട്ടിക്ക് അഭിരുചി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രായമായി കിടക്കുന്ന അപ്പൂപ്പന് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത കൊച്ചുകുട്ടിയാണ് നിങ്ങൾ ഡോക്ടറാകാൻ നിങ്ങൾ പരിശ്രമിക്കുന്നത്. അവൻ എന്ത് നല്ല ഡോക്ടറാകും? അവന് ഡോക്ടറാകാൻ എന്തെങ്കിലും അഭിരുചി ഉണ്ടാകും? ഏതെങ്കിലും രോഗിയെ ഒരിക്കലെങ്കിലും ശുശ്രൂഷിച്ചിട്ടുള്ള ആളെയാണോ നമ്മൾ ഡോക്ടറാകാൻ പറഞ്ഞു വിടുന്നത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു വൈരുദ്ധ്യം ഇത് ധാരാളം കുട്ടികൾക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ കഴിവുകൾ, കുട്ടികളുടെ എല്ലാ കഴിവുകളും ഞാൻ പറഞ്ഞു. ഫിസിക്കൽ കഴിവുകളുണ്ട്, ആർട്ടിസ്റ്റിക് കഴിവുകളുണ്ട്, ലേണിംഗ് കഴിവുകളുണ്ട്, ഭാഷാപരമായ കഴിവുകളുണ്ട്, അറിവിൻ്റെതായിട്ടുള്ള വഴികൾ കുട്ടികൾ ചെന്ന് ചേരാം. എത്ര കുട്ടികൾ പുസ്തകം വായിക്കുന്നുണ്ട്? പുസ്തകം വായിച്ചാൽ പിന്നെ എൻട്രൻസിന് മാർക്ക് കിട്ടില്ലല്ലോ. വൺ വേർഡ് അല്ലേ എഴുതേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരുന്നാൽ ഇവർ ഏതെങ്കിലും ഷേക്സ്പിയറിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? അല്ലെങ്കിൽ വള്ളത്തോളിനെ കുറിച്ച് അറിയാമോ? ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് അറിയാമോ? ഇത് ചോദിച്ചാൽ നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ, ഞാൻ പല സ്കൂളുകളിലും സ്ഥാപനങ്ങളിലൊക്കെ പോകുന്ന ആളാണ്. കുട്ടികൾക്ക് ബ്ലാങ്ക് ആണ് ഇവരുടെയൊക്കെ പേര് പറഞ്ഞാൽ. അറിഞ്ഞുകൂടാ. ഞങ്ങൾ എന്തിനാ അവരെ കുറിച്ച് അറിയണം? എന്ത് ഗുണം അവരെ കൊണ്ട് അറിഞ്ഞാൽ? ഇങ്ങനെ ചോദ്യം തിരിച്ചു ചോദിക്കുന്ന കുട്ടികൾ പോലുമാണ്. അപ്പൊ അങ്ങനെ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ, ഈ സമൂഹം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിതത്തിന്റെ അർത്ഥമുള്ള തലങ്ങളിലേക്ക് കുട്ടിയുടെ മനസ്സ് കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അവന് വേറെ രീതിയിൽ പറഞ്ഞാൽ അവന് സാമൂഹ്യ മൂല്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് താതാത്മ്യപ്പെട്ട് വളർന്നു വരുവാൻ നമ്മുടെ ലക്ഷ്യം, നമ്മൾ അവന് വേണ്ടി ഉണ്ടായിരിക്കുന്ന ലക്ഷ്യത്തിൽ സ്ഥലമില്ല. അപ്പോഴാണ് അവന് സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാതാവും. അങ്ങനെ ഈ മയക്കുമരുന്ന് കഴിക്കുന്ന ആർക്കും സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയില്ല. അവനാകെയുള്ളത് എന്താ? അവൻ്റെ സുഖം മാത്രം. അവൻ്റെ മാനസികാവസ്ഥയുടെ അനുഭൂതിയുമാണ് അവൻ ഈ കഞ്ചാവിലൂടെയോ ലഹരിയിലൂടെയോ ശ്രദ്ധിക്കുന്നത്. അതാണ് അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ
എൻ്റെ മനസ്സിൻ്റെ സുഖമാണ്. നമുക്കൊരു സാമൂഹിക കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, സമൂഹത്തോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഈ സമൂഹത്തിൽ ഒരു യുവാവാണ്, യുവതിയാണ്, എനിക്ക് ചില കടപ്പാടുകളുണ്ട്, ആ കടപ്പാടുകൾ നിർവഹിക്കാൻ ഞാൻ പ്രാപ്തനായിരിക്കണം എന്നുള്ള ബോധം ഉണ്ടാക്കുന്നവൻ കഞ്ചാവിന് അടിമയാവില്ല. അപ്പൊ നമ്മൾ ഞാനീ പറയുന്നത് വളരെ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ദിസ് ഇസ് വാട്ട് ജെന്യുവിൻ ക്രിസ്ത്യാനിറ്റി ഇസ് അബൌട്ട്. നമ്മൾ സ്നേഹിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ഉണ്ടായി ആ സ്നേഹം പ്രതിഫലിക്കണം. യോഹന്നാൻ മാർത്തോമാ തിരുമേനിയാണ് നമുക്ക് ഈ മുദ്രാവാക്യം തന്നത്. എന്ത്? ലൈറ്റഡ് ടു ലൈറ്റ്. മുദ്രാവാക്യം തന്നത് യോഹന്നാൻ മാർത്തോമയാണ്. അപ്പൊ നമ്മൾ തന്നെ ദൈവസ്നേഹത്താൽ പ്രകാശിതരായി ആ പ്രകാശം നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണമെന്നുള്ളതാണ് ഈ നമ്മുടെ മുദ്രാവാക്യത്തിന്റെ അർത്ഥം തന്നെ. അപ്പൊ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളെ വളർത്തുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി ദൈവം അവർക്ക് തന്ന നാനാവിധമായ കഴിവുകൾ, ആ കഴിവുകളിൽ ശാരീരികമായിട്ടുള്ള കഴിവുകളുണ്ട്, കലാപരമായ കഴിവുകളുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട്, പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവുകളെല്ലാം തന്നെ ആ കുട്ടിയോട് ഇതെല്ലാം ദൈവം നിനക്ക് തന്ന ദാനമാണ്, ഇതെല്ലാം നമ്മൾ വളർത്തിയെടുക്കണം, പരിപോഷിപ്പിക്കണം. ഈ ചില കാര്യങ്ങൾ മാത്രം നീ പഠിച്ച് ഒരു ലക്ഷ്യം മാത്രമായിട്ട് നിന്റെ ജീവിതം നീ അവസാനിപ്പിക്കരുത്. മറ്റുള്ളവരുടെ ദയവാണ്. നിന്റെ മുത്തശ്ശനെ കാണണം, മുത്തശ്ശിയെ ശുശ്രൂഷിക്കണം, അയൽപക്കക്കാരൻ്റെ വേദന കാണണം, ഹോസ്പിറ്റലിൽ പോയി രോഗിയെ കാണണം. ഇതൊക്കെ നന്മയുടെ പാഠങ്ങളാണ്. എത്ര കുട്ടികളെ നമ്മൾ നന്മയുടെ പാഠങ്ങൾ അഭ്യസിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡയമെൻഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മയക്കുമരുന്നിനായിട്ട് തോക്കും പട്ടാളവും ഒക്കെ ആയിട്ട് പോലീസും ഒക്കെ നിൽക്കട്ടെ, അത് വളരെ പ്രധാനമാണ്. ഒരു അന്തർദേശീയ മാഫിയ ഇതിന്റെ പുറകിലുണ്ട്. അവരെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കണം. ഇതിന്റെ വിൽപ്പനക്കാരെയൊക്കെ പോലീസ് പിടിച്ച് ജയിലിലിടട്ടെ. പക്ഷെ ഇതിന്റെ വിക്ടിംസ് ആയിട്ട് വരുന്ന കുട്ടികൾ, യുവാക്കൾ, അവരുടെ മനസ്സിൽ നല്ല ചിന്തകളും നല്ല മൂല്യങ്ങളും വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മൾ അവരോട് ആവശ്യപ്പെടുന്ന അതായിരിക്കും. ദേ ആർ നോട്ട് പെർഫോമേഴ്സ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആയിത്തീരുന്ന നാടകത്തിലെ നമ്മൾ നിശ്ചയിക്കുന്ന റോളുകളിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളല്ല നമ്മുടെ കുട്ടികൾ. അവരും ഈ സമൂഹത്തിലെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പൂർണ്ണ പൗരന്മാരായി പൂർണ്ണ മനുഷ്യരായി ജീവിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്. ആ പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് അവരെ വളർത്തിയെടുക്കാനാണ് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതായിരിക്കണം ഒരു മയക്കുമരുന്നിനെതിരായിട്ട് ഒരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത്. അങ്ങനെ 3 ഘടകങ്ങൾ: 1 രാഷ്ട്രം ചെയ്യേണ്ടത്, 2 പോലീസും ഒക്കെ സെലേഷനുമായിട്ട് ചെയ്യേണ്ടത്, 3 നമ്മൾ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സാമൂഹിക കൂട്ടായ്മകളിൽ നമ്മൾ തന്നെ എൻകറേജ് ചെയ്യേണ്ട, യുവാക്കളുടെ ഇടയിൽ എൻകറേജ് ചെയ്യേണ്ട ചില മൂല്യങ്ങളുണ്ട്. അതും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ അഡിക്ഷൻ സെന്റേഴ്സ്, അതൊക്കെ വളരെ റിലവൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞൊരു പ്രിവെന്റീവ് ആയിട്ട് ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നാം ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് മാറണം എന്ന് മാത്രമാണ് ഞാൻ ഈ ചെറിയ സംസാരത്തിൽ ഉദ്ദേശിച്ചത്. എന്നെ ക്ഷണിച്ചതിന്, ശ്രമിച്ചതിന് നിങ്ങൾക്കെല്ലാം വളരെ നന്ദി പറയുന്നു. സമയം അധികരിച്ചിരിക്കുന്നു. 21:31 ഞാൻ നിർത്തട്ടെ. നിങ്ങൾക്കെല്ലാം നന്മയുണ്ടാകട്ടെ. താങ്ക് യു ബഹുമാനപ്പെട്ട സാറ്. നന്നായിട്ട് ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര തലം മുതൽ നമ്മളുടെ ഒരു ലോക്കൽ തലം വരെയുള്ള കാര്യത്തെ അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ബേസിൽ വളരെ നന്നായിട്ട് സാറ് പ്രസ്താവിച്ചു. ഞാനതിൻ്റെ പറഞ്ഞു തുടങ്ങിയ സമയത്ത് ഏറ്റവും പേഴ്സണൽ ലെവലിലും നമ്മുടെ ലോക്കൽ ലെവലിലുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സാർ വളരെ കൃത്യമായിട്ട് ആ വിഷയത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇത് നമുക്ക് തുടർന്ന് ചർച്ചയ്ക്കൊക്കെ ഉള്ള അവസരമാണ്. അതിന് മുമ്പായിട്ട് പ്രിയപ്പെട്ട ബി എ ജേക്കബ് സാർ അനൗൺസ്മെന്റ്സ് അറിയിക്കുന്നുണ്ട്. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ അടുത്ത വെബിനാർ, അതായത് 251ാമത് ലൈവ് വെബിനാർ പതിവ് പോലെ അടുത്ത ശനിയാഴ്ച, അതായത് മെയ് 10 രാത്രി 8 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. വെബിനാറിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. ഈ വെബിനാറിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു കൊള്ളുന്നു. ഇത്രയുമാണ് അനൗൺസ്മെന്റ് ആയിട്ട് പറയാനുള്ളത്. നന്നായിട്ട് ഈ വിഷയം അവതരിപ്പിച്ച സാറിനോട് ഈ ഫോറത്തിന്റെ പേരിലുള്ള ഹൃദ്യമായ
നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചർച്ചകൾക്കുള്ള അവസരമാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചെയ്താൽ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ അറിയിച്ചാൽ അത് സഹായകമാണ് ചർച്ചകൾക്ക്. അതിനുശേഷം പ്രിയപ്പെട്ട സാർ തന്നെ അതിനുള്ള റിപ്ലൈ നമുക്ക് നൽകുന്നതുമാണ്. ആദ്യം ഹാൻഡ് റൈസ് രാജു ഫിലിപ്പ് DTM ആണ്. അത് കഴിഞ്ഞ ഡോക്ടർ കുര്യൻ ജോർജ്. ആദ്യം രാജു ഫിലിപ്പ് സാറ് പറയണം. എല്ലാവരും ചുരുക്കമായിട്ട് വിഷയം അവതരിക്കും. താങ്ക് യു വിൽസൺ സർ. സബ്സ്റ്റൻസ് അബ്യൂസിനെ കുറിച്ചുള്ള ക്ലാസ് പങ്കെടുക്കാനായിട്ട് വന്നത്. എന്നാൽ വളരെ വിശാലമായ രീതിയിൽ ആ വിഷയത്തെ വളരെ സമഗ്രമായിട്ട് നമുക്കൊക്കെയും വളരെയധികം ബോധ്യമുണ്ടാകുന്ന രീതിയിൽ അവതരിപ്പിച്ചതായ ചെക്ക് പൊന്നൂസ് സാറിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സാറിന്റെ സ്പീച്ച് ഞാൻ അറിയാതെ വെച്ച് കേട്ടിട്ടുണ്ട്. ഈ വിഷയമല്ലായിരുന്നു, 10 വർഷം മുമ്പ് അന്ന് ഈ വിഷയമൊന്നും ഇല്ലായിരുന്നു. മറ്റു സാമൂഹിക വിഷയങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു വിഷയത്തെ കുറിച്ച് എത്ര സമഗ്രമായി അല്ലെങ്കിൽ എത്ര നമുക്കൊക്കെയും മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് എങ്ങനെ സംസാരിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മെസ്സേജൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്, നമ്മുടെ ചെവികളിലേക്കല്ല, ഹൃദയത്തിലേക്കാണ്. അതിനുള്ളതായിട്ടുള്ള വലിയതായിട്ടുള്ള ഒരു കഴിവാണ് സാറിനുള്ളത്. പ്രത്യേകമായിട്ട് സാറിനെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ മാഫിയയുടെ ഭാഗമാണ്. അതിൻ്റെ ഇങ്ങേയറ്റം കുറ്റമാണ് ഈ പറയുന്നതായ സ്കൂളുകളിൽ ഇതിലെ നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ കടന്നു വരുന്നത് എന്നുള്ളത് അന്തർദേശീയമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നൊക്കെ ചൈനയിലെ അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൈനയെ 3 തവണ ചെയ്തു. 3ാമത്തെ തവണ തോൽപ്പിച്ച് അവിടെ ഒക്കെയും അതുപോലെ ഇതിന്റെ കേന്ദ്രമായിട്ട് നമ്മുടെ ഹോങ്കോങ് ചരിത്രപ്രധാനമായ കാര്യങ്ങളൊക്കെയും പറഞ്ഞു. അതുപോലെ സൗത്ത് അമേരിക്കയിലുള്ളതായിട്ടുള്ള ഈ കൊക്കൈൻ്റെ കാര്യമൊക്കെയും അവിടുത്തെ പല രാജ്യങ്ങളും ഭരിക്കുന്നത് ഈ കൊക്കൈൻ രാജാക്കന്മാരാണെന്ന് പറഞ്ഞു. നമുക്ക് ചിന്തിക്കുന്നതിൽ നിന്ന് വലിയൊരു മാനമാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിനുള്ളത് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മാഭിമാനമുള്ളവരായിട്ട് വളർത്താനായിട്ട് കടപ്പെട്ടവരാണ്. അങ്ങനെ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യത്തിൽ പോവില്ല. പലപ്പോഴും അവര് എങ്ങനെയെങ്കിലും A+ എല്ലാത്തിനും A+ ലഭിച്ച് പറയുന്നതായാലും എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെഡിസിനോ പോയിട്ട് അവരെ നല്ല കാശുണ്ടാക്കണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കണം എന്നുള്ള ചിന്തയാണ്. 10 കാശ് നമ്മൾ പറയത്തില്ലേ, ഇങ്ങനെയും 10 കാശുണ്ടാക്കണം എന്നുള്ള ചിന്ത. അപ്പോൾ അതാണ് നമുക്കുള്ളത്. അത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്നാൽ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വികസനം, ശരിയായ വികസനം, അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് ഈ പറയുന്നതായിട്ടുള്ള ആത്മബോധം അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടു കൂടി കുട്ടികളെ നമ്മൾ വളർത്തേണ്ടത് ആവശ്യമാണ്. അവരുടെ എല്ലാവിധമായ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയില്ല. പരാജയം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പരാജയം ജീവിതത്തിന്റെ ഭാഗമാണെന്നും എന്നാൽ പിന്നെയും ശ്രമിക്കുക എന്നുള്ള അതിനെക്കുറിച്ചൊക്കെയും നമ്മളവരെ ബോധവാന്മാരാക്കണം. അല്ലെങ്കിൽ ഈ വീണെടുത്ത് തന്നെ കിടക്കുന്നതാണ് പാപം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെയും ശ്രമിക്കുക. അല്ലെങ്കിൽ പറയുന്ന വാക്ക് ഇതൊക്കെയും വളരെ വളരെ വിശദമായിട്ട് നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ, നമ്മളെയൊക്കെയും ചിന്തിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് സാർ സംസാരിച്ചത്. തീർച്ചയായിട്ടും ഇന്ന് ഈ ലൈറ്റർ പ്ലാറ്റ്ഫോമിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതിന് ഞാൻ പ്രത്യേകമായിട്ട് ഈ വേദിയെ അഭിനന്ദിക്കുന്നു. ഇതിനെ പറഞ്ഞ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്തിട്ടുള്ള സോളമൻ അച്ഛനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ ഏറ്റവും അധികമായിട്ട് ജേക്കബ് പൊന്നൂസ് സാറിനെ ഞാൻ വളരെയധികമായിട്ട് അഭിനന്ദിക്കുകയും അതുപോലെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു രാജു ഫിലിപ്പ് സാറേ. സാറിൻ്റെ അഭിപ്രായങ്ങളും നല്ല വാക്കുകൾക്കും നന്ദി. ഇപ്പോൾ ഡോക്ടർ കുര്യൻ ജോർജ് സാർ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സബ്സ്റ്റൻസ് അബ്യൂസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എനിക്കറിയാം. എന്നാൽ
അഡിക്ഷൻ എന്ന് പറയുന്ന ആൽക്കഹോളിസത്തിന് ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു സത്യം മാത്രമാണ്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഗവൺമെന്റിന്റെ പോളിസി എന്താണ്? ഇതിനെ സപ്രസ് ചെയ്യാനാണോ അതോ ഇത് മുമ്പോട്ട് കൊണ്ടുപോയി അതിൽ നിന്ന് ആദായം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത്? അതും ഒരു അഡിക്ഷൻ തന്നെ. സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ യൗവനക്കാർ ആൽക്കഹോൾ കൊണ്ട് തന്നെ ചിലപ്പോൾ വേണ്ടാത്ത തരത്തിലൊക്കെ പോകുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗവൺമെന്റിന്റെ പോളിസി, ഫോർ എക്സാമ്പിൾ പാലക്കാട് ഒരു ബ്രൂവറി ഉണ്ടെന്ന് പറയുന്നു. നമുക്കില്ലാത്ത ഒരു സംഗതി ഉണ്ടാക്കി എന്തിനാണ് ആൾക്കാരെ അതിലേക്ക് പ്രകോപിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതും ഒരു അഡിക്ഷൻ തന്നെ. സാറ് മറുപടി പറയുന്നു. ഡോക്ടർ കുര്യൻ ജോർജ്. ഡോക്ടർ ജോർജ്, അത് അങ്ങ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മദ്യത്തെ സംബന്ധിക്കുന്ന നമ്മുടെ നിലപാടുകളിൽ വലിയ ധാരാളമായ ആത്മവഞ്ചനയുണ്ട്. ഇതൊരു സത്യം മാത്രമാണ്. സർക്കാരിന് പണം ഉണ്ടാക്കാനുള്ള ഒരു ഏജൻസിയായിട്ട് മദ്യത്തെ നമ്മൾ ഉപയോഗിക്കുകയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പണം ഉണ്ടാക്കുന്ന ഒരു ഏജൻസി ആയിട്ടാണ് ഇത്. നമുക്ക് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന്റെ വിറ്റുവരവ് ഏതാണ്ട് 30,000 കോടി രൂപ കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വലിയ പണം ആണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് മഹാത്മാഗാന്ധി പറഞ്ഞതേ ഉള്ളൂ. മഹാത്മാഗാന്ധി മദ്യവിരുദ്ധനായിരുന്നു. അപ്പൊ മഹാത്മാഗാന്ധിയോട് ഇപ്പൊ ഞാൻ ഇന്നലെ എന്റെ പേപ്പേഴ്സ് നോക്കിയപ്പോൾ കണ്ടതാണ്. ഞാൻ പ്രത്യേകമായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു പേപ്പറാണ്. മഹാത്മാഗാന്ധി അതിനെക്കുറിച്ച് പറഞ്ഞത് ഏതാണ്? മദ്യം കഴിക്കുന്നതിനേക്കാൾ മോശമായിട്ട് ഒരു സംഗതി മാത്രമേ ഉള്ളൂ. മഹാത്മാഗാന്ധി പറഞ്ഞതാ, അത് വിറ്റ് ഗവൺമെന്റ് കാശാണ്. അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അപ്പൊ മഹാത്മാഗാന്ധി ഒരു കാര്യം കൂടെ പറഞ്ഞു, I would prefer a child to be illiterate than he is taught by a teacher whose salary is paid through excise revenue. മദ്യത്തിന്റെ കാശ് കൊണ്ട് ഒരു സാറിന് ശമ്പളം കൊടുത്ത് ആ സാറ് കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം അങ്ങനെ ഒരു കുട്ടി പഠിക്കാതിരിക്കുന്നതാണെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതിനേക്കാൾ വ്യക്തമായിട്ട് ഡോക്ടർ കുര്യൻ ജോർജിന്റെ ഉത്തരം ഞാൻ പറയണ്ട, മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞു. അത് വളരെ നമ്മുടെ ഒരു വൈരുദ്ധ്യമാണ്. നമ്മുടെ ഒരു ലക്ഷ്യവും മാർഗവും തമ്മിലുള്ള ഒരു വലിയ അന്തരം. നമ്മൾ പറയുന്ന സംഗതി ഒന്ന്, നമ്മൾ പ്രവർത്തിക്കുന്ന സംഗതി ഒന്ന് എന്നുള്ള ഒരു പണം വേണമെങ്കിൽ നമുക്ക് മദ്യം നമ്മൾ വിൽക്കും. നമ്മൾ മദ്യനിരോധനമാണെന്ന് പറയുകയും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയും. അപ്പൊ ഇതൊരു വൈരുദ്ധ്യമാണ്. അതൊരു തെറ്റായിട്ടുള്ള സംഗതിയാണ്. യഥാർത്ഥത്തിൽ കുടുംബങ്ങളെ നശിക്കുന്നതിന്റെ പ്രധാന കാരണം മദ്യത്തിന് സർക്കാർ ചുമത്തുന്ന നികുതിയും സർക്കാർ തന്നെ അതിനെ എൻകറേജ് ചെയ്യുന്നതുമാണ്. എല്ലാ സ്ഥലത്തും മദ്യ ഷാപ്പുകൾ സ്ഥാപിക്കുകയും മദ്യം പ്രൊഡ്യൂസ് ചെയ്യുകയും അത് വിതരണം ചെയ്യുകയും ഒക്കെ സർക്കാർ നിയന്ത്രണത്തിലാവുമ്പോൾ മദ്യം ഗെറ്റ്സ് എ സ്റ്റാമ്പ് ഓഫ് ഗവൺമെന്റ് അപ്രൂവ്. ഇതാണ് ഒരു പ്രശ്നം. മദ്യം നിലനിൽക്കുന്നത് സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മദ്യവ്യവസായം മാറുകയാണ്. പ്രത്യേകിച്ച് ഒരു സ്വകാര്യ വ്യക്തിയായിരുന്നെങ്കിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ അത് വന്നേനെ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ റെസിഡന്റ് അസോസിയേഷൻ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ ഇവിടെ മദ്യം പാടില്ല എന്ന് പറഞ്ഞാൽ റെസിഡന്റ് അസോസിയേഷൻ ക്യാൻ എൻഫോഴ്സ് ഇറ്റ്. പക്ഷെ ഇന്നത്തെ സ്ഥിതിയിൽ പറ്റില്ല. ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു സമരമായിട്ടൊരു മദ്യവിരുദ്ധ സമരം മാറും. എല്ലാ സമരങ്ങളും അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് സംബന്ധിച്ച് നമുക്ക് നമ്മുടെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കൊണ്ടാണോ എന്തുകൊണ്ടാണോ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വളരെ വി ആർ ഡിപ്പെൻഡന്റ് ഓൺ ദ റവന്യൂ ഫ്രം എക്സൈസ്, റവന്യൂ ഫ്രം സെയിൽ ഓഫ് ലിക്കർ, ആൻഡ് ദാറ്റ്സ് വൈ വി ആർ ഫോഴ്സ്ഡ് ടു ഡിഫെൻഡ് ഇറ്റ്. ഞാൻ ഒരു ഔദ്യോഗിക ജീവിതം നയിച്ച ആളാണ്. അതുകൊണ്ട് എനിക്ക് തന്നെ ഇതിന്റെ ധാർമ്മിക the equivocation of my moral stand വളരെ കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മദ്യഷാപ്പിനെ കാത്തു സൂക്ഷിക്കാൻ പോലീസിന് കടമയുണ്ട്. അപ്പൊ മദ്യം വിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനും പോലീസിന് കടമയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നീ മദ്യപിക്കരുതെന്ന് പറയുകയും ഷാപ്പിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ജോലി, ഒരേ സമയം ചെയ്യുന്ന ജോലിക്ക് അല്പം വൈരുദ്ധ്യമുണ്ട്. ഇപ്പൊ ഞാനും ഒരു കപട ഭക്തനാണ് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. സോറി. താങ്ക് യു സർ. വിൽസൺ സാർ. ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ
വളരെ ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചത്. അതിന്റെ വ്യത്യസ്തമായ തലത്തിൽ തന്നെ വിഷയത്തെ അവതരിപ്പിച്ചു. സാറിനെ അഭിനന്ദിക്കുന്നു. എനിക്ക് 3 ക്വസ്റ്റ്യനാ ഉള്ളത്. ഒന്നാമതായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത്, സാറ് സ്പോർട്സില് അല്ലെ അതുപോലുള്ള ഗെയിമുകളിലൊക്കെ കുട്ടികളെ കൂടുതൽ ഇൻവോൾവ് ആക്കണമെന്നൊക്കെ പറഞ്ഞ വളരെ നല്ല രീതിയിൽ ആശയം. പക്ഷെ എന്റെയൊക്കെ ചെറുപ്പത്തില് അല്ലെ ഞങ്ങളുടെയൊക്കെ തലമുറകള് ഒരല്പം സമയം കിട്ടിയാല് കളിക്കാനായിട്ടങ്ങ് ഓടിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരാ. എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഇന്റർനെറ്റ് യുഗത്തില് ഇഷ്ടം പോലെ ഗെയിം രസിക്കാനുള്ള, എല്ലാവരും മാനസിക ഉല്ലാസം എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല ഈ കളികളും പോലും ഏർപ്പെടുന്നത്. അപ്പൊ ഇത്രയധികം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ഗെയിമുകള്, കുട്ടികളെ വെടിവെച്ച് കൊന്ന് രസിക്കുന്ന ഗെയിമുകള്, ഇങ്ങനെയുള്ള ഗെയിമുകളിലൂടെയൊക്കെ വളർന്നു വരുന്ന ആ കുട്ടികൾക്ക് നമ്മുടെ ഈ ഫിസിക്കൽ ഗെയിമുകളിലേക്ക് അവരെ തള്ളിവിടാൻ ശ്രമിച്ചാൽ അത് അത്ര ഈസിയാണോ? അല്ലെങ്കിൽ ഇതിന് ഇതേ രീതിയിൽ തന്നെ ഗെയിമുകളിൽ കൂടി ഈ ഒരു അവബോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയല്ലേ കൂടുതൽ ബെറ്റർ? ആ ലെവലിൽ ഒരു ചിന്ത സ്കൂളുകളിലും വേണ്ടപ്പെട്ടിടത്തും ഇവൻ ചർച്ചകളിൽ പോലും ഉണ്ടായെന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് സാറ് പറഞ്ഞത് ഈ മണിയാണ്, തീവ്രവാദികളുടെ പണമാണ് ലഹരി മരുന്നെന്ന് പറഞ്ഞു. അത് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എന്നാൽ അപ്പോഴേ നമ്മള് വെറും ലഹരിക്കെതിരെ തന്നെയല്ലല്ലോ ഈ തീവ്രവാദം എപ്പോഴും വർഗീയതയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പൊതുവെ മതത്തിന് വേണ്ടിയുള്ള തീവ്രവാദങ്ങളാണ് പൊതുവെ കൂടുതലായിട്ടുള്ളത്. അപ്പം ആ ലെവലിലും ഒരു ശ്രമം നമ്മളെ സമൂഹത്തില് ഇതുപോലുള്ള തീവ്രവാദങ്ങളും വർഗീയവാദങ്ങളും ഫണ്ടമെന്റലിസം ഒക്കെ അവസാനിപ്പിക്കാനായിട്ടൊരു ശ്രമമല്ലേ? അതുകൂടി ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് പോകണ്ടായേ എന്നാണ് രണ്ടാമത് ചോദിക്കാനുള്ളത്. മൂന്നാമത് സാറിന്റെ ഒരു വ്യക്തിപരമായ, സാറ് പോലീസ് മേധാവി ആയിരുന്നപ്പോഴ് ഈ രംഗത്ത് എടുത്ത കോൺട്രിബ്യൂഷനും അതുപോലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് കേൾക്കാനൊരു താല്പര്യമുണ്ട്. ഒപ്പം സർക്കാർ തലത്തിൽ നിന്ന് ഇപ്പം മുമ്പേ വന്ന ഒരു ചോദ്യം കൂടെ കൂട്ടിക്കുഴച്ചാണ് ഇതിന് വല്ല എതിർപ്പ്, ഇങ്ങനെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് സർക്കാരിന്റെയോ രാഷ്ട്രീയ കക്ഷികളുടെയോ ഭാഗത്തുനിന്ന് എതിർപ്പുകൾ വല്ലതും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. താങ്ക് യു വെരി മച്ച്. സാറ് അവസാനം ഞാൻ പറയുന്നത് കേൾക്കാം. അത് കേൾക്കാം. ഞാൻ അവസാനം ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. കാരണം അതാണിപ്പം ഓർമ്മയിൽ പെട്ടെന്ന് വന്നത്. കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നില്ല. കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ. അപ്പൊ അവസാനം ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയാം. അതിന് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, ഞാൻ വളരെയധികം പ്രാധാന്യം ഈ കുട്ടികളുടെ കാര്യത്തിന് ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയിട്ടുള്ള ഒരു അവകാശവാദമല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഞാനാണ് കേരളത്തിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടി പോലീസിന്റെ ഔദ്യോഗിക പരിപാടിയായിട്ട് കൊണ്ടുവരികയും അന്നത്തെ മന്ത്രിസഭയെ പ്രേരിപ്പിച്ച് തന്നെ ഇപ്പോൾ ഏതാണ്ട് 20 കോടി രൂപയുടെ പ്രോജക്ട്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. കുട്ടികൾ 1,00,000-ഓളം സ്കൂൾ കുട്ടികൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പ്രോജക്ട്സിന്റെ ഭാഗമാണ്. അത് തന്നെ വലിയ നമ്മുടെ ക്യാമ്പസിലുള്ള വലിയ ഒരു ഫോഴ്സാണ്. അപ്പം എൻ്റെ ഒറിജിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് കുട്ടികളെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ എല്ലാ അക്കാഡമിക് പെർഫോമൻസ്, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന്റെ മാർക്കുകൾ, അതായത് വളരെയധികം സമയം പാഠ്യേതര വിഷയങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കുന്ന ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സിന്റെ ആവറേജ് മാർക്ക് മറ്റുള്ള കുട്ടികളുടെ ആവറേജ് മാർക്കിനേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കൂടുതൽ സമയം പഠിക്കുന്നത് കൊണ്ടല്ല, എങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത്, കുട്ടികളുടെ ചിന്താമണ്ഡലം എങ്ങനെ വികസിക്കുന്നു, അതിനനുസരിച്ചിട്ടാണ് മാർക്ക് പോലും കിട്ടുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന വലിയൊരു പദ്ധതി 1,00,000-ഓളം കുട്ടികളുണ്ട്. ചിലർക്കെങ്കിലും ഇതിനെ കേട്ടിരിക്കുന്ന ചിലർക്കെങ്കിലും അറിയാവുന്നതാണ്. കേരളത്തിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം. അവർക്ക് അങ്ങനെ നടക്കുന്നുണ്ട്. അത് വളരെ നല്ല പദ്ധതിയാണ്. പിന്നീട് ഞാനൊന്ന് മയക്കുമരുന്നിനെതിരായിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ചത് റാന്നി SC സ്കൂളിലാണ്. അപ്പോൾ ഞാൻ 7 കിലോമീറ്റർ നടന്നാണ് ആ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ആ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ വഴിയിൽ എന്തെങ്കിലും ചെയ്താൽ അത് എൻ്റെ അധ്യാപകർ അറിഞ്ഞിരിക്കും. അതിന് അറിയില്ല എന്നൊരു സംഭവമേ ഇല്ല. കാരണം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും തിരിച്ചു വരുന്ന കുട്ടികളും നാട്ടുകാരുടെ നിരീക്ഷണത്തിലാണ്. ഈ നാട്ടുകാർക്ക് അധ്യാപകരെ അറിയാം, അധ്യാപകർക്ക് നാട്ടുകാരെ അറിയാം, കുട്ടിയുടെ പേരൻസിനെ നാട്ടുകാർക്ക് അറിയാം, പേരൻറ്റും നാട്ടുകാരനാണ്. അപ്പോൾ ഒരു സ്കൂളെന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ സ്കൂളാണ്, നാടിൻ്റെ സ്കൂളാണ്, നമ്മുടെ സ്കൂളാണ്. ആ സ്കൂളിലെ കുട്ടികൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ്, ആ നാട്ടിലെ സ്കൂളിലെ കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള സംഗതി നടന്നാൽ അത് ആളുകൾ അറിയുകയും റിപ്പോർട്ട് ചെയ്യുകയും, കുട്ടികളെ സംബന്ധിച്ച് ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ്. അധ്യാപകന്റെ ഉത്തരവാദിത്വം മാത്രമല്ല, രക്ഷകർത്താവിൻ്റെത് മാത്രമല്ല, ആ സമൂഹത്തിന്റെ, സ്കൂൾ ഇരിക്കുന്ന പ്രദേശത്തുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ഒരു സ്കൂൾ. അപ്പോൾ ആ പേരിൽ തന്നെ ഞാനൊരു പ്രസ്ഥാനം ഞാൻ DGP ആയിരിക്കും ആരംഭിക്കുകയും അതിപ്പോൾ വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, ഓരോ സ്കൂളിലും ഞാൻ DGP ആയിരിക്കുമ്പോൾ സംസ്ഥാനത്തെ 2000-ഓളം സ്കൂളുകളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അധ്യാപകർ, രക്ഷകർത്താക്കൾ, പേരൻസ്, ആ പ്രദേശത്തുള്ള കച്ചവടക്കാര്, ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ടെങ്കിൽ അവര്, എക്സൈസ്, പോലീസ്, ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓരോ സ്കൂളിനെയും രക്ഷകരായിട്ട് സ്കൂളിനോടൊപ്പം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്ട് 2000-ഓളം 3000-ഓളം സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അന്നൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രധാന സംഗതി, ധാരാളം പേരൻസ് ഇങ്ങനെയുള്ള എല്ലാ സംഗതികളെയും എതിർക്കുന്നു. ഞാൻ ഈയിടെ ഒരു 3 മാസം മുമ്പ് ഒരു സ്കൂളിൻ്റെ ഒരു 40th ജൂബിലി ആഘോഷിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ 40-ഓളം കേരളത്തിലെ അതിപ്രശസ്തരായ വ്യക്തികൾ ആ സ്കൂളിൽ ലെക്ചേഴ്സ് നടത്തുകയാണ്. ഒരു ദിവസം ഒരു പ്രശസ്തനായ ആൾ വരും. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ നടത്തിക്കൊണ്ടിരുന്ന അച്ഛനോട് പറയുകയാണ്, ആ സ്കൂളിൽ ഏതാണ്ട് 1000 കുട്ടികളാണുള്ളത്, അതിലേതാണ്ട് 200-ഓളം പേരൻസ് പ്രൊട്ടസ്റ്റ് ചെയ്തിരിക്കുന്നു. മിഡിൽ സ്കൂളാണ്. ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാനുള്ള വിലപ്പെട്ട സമയം ഈ ടോക്സ് കേട്ട് ഇല്ലാതാക്കുന്നു. ചെല്ലുന്നത് വളരെ പ്രശസ്തരായ, കേരളത്തിലെ സമൂഹത്തിൽ പ്രശസ്തരായ ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് അതുകൊണ്ടൊരു പ്രയോജനമില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ആ സ്കൂളിലെ രക്ഷകർത്താക്കളിൽ ഏതാണ്ട് 40%. ഇങ്ങനെയായിപ്പോയി. നമ്മൾ പഠിത്തം മാർക്ക് ഇത് മാത്രമാണ് നമുക്ക് നല്ലത്, അത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ സ്കൂൾ തലത്തിൽ ഉണ്ടാക്കിയ പ്രോജക്ട്സ് എല്ലാം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും സാമൂഹ്യ ഉത്തരവാദിത്വത്തിലും നിയമബോധത്തിലും നിയമപരിപാലനത്തിലും ഒക്കെ സമൂഹവും കുട്ടികളും എല്ലാവരും പങ്കാളികളാണ് എന്നൊരു ബോധം കുട്ടികളിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ കേരള സർക്കാർ ഇപ്പോൾ സ്വീകരിച്ച ഇതിന്റെ ലഹരി വിരുദ്ധ നിലപാടുകളും ഈ 2 സംഘടനകൾക്കും, കുട്ടികൾ നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വമാണെന്നുള്ള സംഘടനയ്ക്കും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിനും വലിയ പ്രാമുഖ്യമാണ് കൊടുത്തിട്ടുള്ളത്. അത് അങ്ങനെ ഒരു വിഷയം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഉത്തരം രണ്ടാമത്തെ ചോദ്യം വർഗീയത. ഈ വർഗീയത എന്ന് പറയുന്നത്, വർഗീയത ഭീകരതയെ വളർത്തുന്നുള്ളത് പച്ചയായ രഹസ്യമാണ്. കാരണം ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ, ക്രൈസ്തവരാണ് ഏറ്റവും വലിയ ഭീകരർ. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനം ഉണ്ടായിരുന്നത് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയാണ്. അറിയാവുന്ന അറിഞ്ഞുകൂടാ. മാർഗരറ്റ് താച്ചർക്ക് വരെ അവർ ബോംബ് ചെയ്തു. ബ്രൈറ്റണിൽ ഹോട്ടലിൽ താമസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭീകര പ്രസ്ഥാനം ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ഇതിലുള്ളതായിരുന്നു. അത് കത്തോലിക്കരുടേതായിരുന്നു. മനസ്സിലാക്കണം. അവരുടെ അങ്ങനെ ഇപ്പോൾ ക്രൈസ്തവരും ഭീകരരാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മൾ ഭീകരരെന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ളത് ഒരു പ്രത്യേക സമുദായം മാത്രമാണ്. അതല്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ശ്രീലങ്കയിലെ ഭീകരർ അവർ ആ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരല്ല. LTT നമ്മുടെ ഒരു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കൊന്നത് അവരാണ്. അപ്പം ഭീകരത എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് നമ്മുടെ മാമാങ്കം, നമ്മുടെ
എല്ലാവരും മാമാങ്ക കഥ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എല്ലാവരും കേട്ടിരിക്കുന്ന എല്ലാവരും. മാമാങ്ക എന്താ സംഭവിച്ചിട്ടുള്ളത്? സാമൂതിരി വന്ന് തിരുനാവായിൽ വന്ന് താമസിക്കുന്നു. താമസിക്കുന്ന സമയത്ത് രാത്രിയിൽ സ്വന്തം ജീവൻ ബലിവഴിച്ച് വള്ളുവനാട്ടിലുള്ള ആളുകൾ വന്ന് സാമൂതിരി ആക്രമിക്കുന്നു. സ്വന്തം ജീവൻ തന്നെ ഹോമിച്ച് സാമൂതിരി ആക്രമിക്കാൻ വേണ്ടി. അത് ടെററിസമാണ്, അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടെററിസമാണ്. ഈ ടെററിസം എന്നുള്ള ഒരു ചാവേർ എന്നുള്ള ആ സംഭവത്തിന് ഒറ്റ വാക്കുള്ള ഒരു ലാംഗ്വേജ്, വളരെ ചുരുക്കം ലാംഗ്വേജിൽ ഒറ്റ വാക്കുള്ളൂ. ഇംഗ്ലണ്ടിൽ പറയണമെങ്കിൽ സൂയിസൈഡ് ബോംബർ എന്ന് പറയണം. മലയാളത്തിൽ ഒറ്റ വാക്കാണ് ചാവേർ എന്ന് പറഞ്ഞാൽ. മലയാളത്തിന്റെ പൂർവ്വചരിത്രത്തിൽ ഈ ഒരു ടെററിസ്റ്റ് ആക്ടിന് ഒരു വാക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കല്ല, മലയാളം ഉണ്ടായ കാലം മുതലേ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഭീകരത എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മതത്തിന്റെ അല്ല. എല്ലാ മതങ്ങളും ആ മതത്തിലെ വിശ്വാസം, സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയേക്കാൾ അധികരിച്ച് എൻ്റെ മതത്തിന് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ എന്ന് ഏത് മതത്തിലെ ഏത് വിശ്വാസിയും ചിന്തിച്ചു തുടങ്ങിയോ ആ ഒരു ഭീകരവാദിയാവും. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു. മാനുഷികത, മനുഷ്യനുമായിട്ടുള്ള സ്നേഹം, അതിനെ ഭത്സിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മതവിശ്വാസത്തെ പരിഗണിക്കുകയാണെങ്കിൽ ആ മതം ഭീകരവാദമായിട്ട് മാറും. അത് നമ്മുടെ മതമാണെങ്കിലും വേറൊരു മതമാണെങ്കിലും. ആ മതത്തിൽ ഇപ്പോൾ ധാരാളം ഭീകരവാദികളുണ്ട്. അവർ പരസ്പരം കൊല്ലുകയാണ്. അവർ മറ്റു മതങ്ങളെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ അവർ തമ്മിലാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭീകരവാദം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മാനസികാവസ്ഥയാണ്. ഞാൻ മാത്രം ശരി, ഞാൻ വിശ്വസിക്കുന്നത് മാത്രം ശരി, വേറൊരാൾ വ്യത്യസ്ത രീതിയിൽ ചിന്തിച്ചാൽ അവനെ ഇല്ലാതാക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ ഭീകരതയുടെ മാനസികാവസ്ഥ. അതിന് മതവിശ്വാസമായിട്ടോ ദൈവവുമായിട്ടോ ദൈവ സ്നേഹവുമായിട്ടോ ദൈവത്തോടുള്ള ബഹുമാനമായിട്ടത് യാതൊരു ബന്ധവുമില്ല. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അവൻ ദൈവീയ വിശ്വാസി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ല, ദൈവത്തെ സ്വന്തം അധികാരത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റും. ദൈവത്തിൽ എനിക്കുള്ള വിശ്വാസം, എനിക്ക് ലോകത്തിൽ എൻ്റെ അധികാരം, ഞാൻ വിശ്വസിക്കുന്ന സംഘടനയ്ക്ക് അധികാരം ഉണ്ടാകാനുള്ള ഒരു മാർഗമായിട്ട് ദൈവത്തെ ഉപയോഗിക്കുമ്പോഴാണ് ഭീകരത ഉണ്ടാകുന്നത്. അപ്പോൾ അതായിരിക്കണം എനിക്ക് ഭീകരതയോടുള്ള, വർഗീയതയോടുള്ള സമീപനം. അപ്പോൾ അതാണ് രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അങ്ങ് മറന്നുപോയി. ഓരോ ചോദ്യത്തെ കുറിച്ച് കുഞ്ഞുങ്ങളെ രസിപ്പിക്കുവാൻ പഴയ അതെ, അത് ഭയങ്കര പ്രശ്നമാണ്. അത് കുട്ടികളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ കുട്ടികൾ പഠിക്കുന്നത്? കുട്ടികൾ 2 വയസ്സുള്ളപ്പോൾ കുട്ടിയെ നമ്മൾ പോയി ഇരുത്തുന്ന, കുട്ടി നിശബ്ദമായിരിക്കാൻ വേണ്ടി കുട്ടിയെ നമ്മളാ കൊണ്ടുപോയി ഡ്രോയിങ് റൂമിൽ സോഫയിൽ ഇരുത്തതിന് ശേഷം TV ഓൺ ചെയ്ത് കൊടുക്കുന്നത്. അമ്മ കുക്ക് ചെയ്യാൻ പോകുമ്പോൾ കുട്ടിക്കുള്ള വിനോദമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇത് സ്ക്രീനാണ്. അപ്പോൾ സ്ക്രീനാണ് കുട്ടിയിൽ നിന്ന് കുറച്ച് സ്വതന്ത്രമായിട്ട് അടുക്കളയിൽ ജോലി ചെയ്യാൻ അമ്മമാരെ അനുവദിക്കുന്ന ഒരു സംഗതിയാണ് ഈ സ്ക്രീൻ, TV സ്ക്രീൻ. ഈ കുട്ടികളെ ഒക്കെ തിരുത്തിക്കൊണ്ടാണ് നമ്മളെല്ലാം സീരിയൽ കാണുന്നത്. നമ്മൾ സീരിയൽ കാണുന്ന കുട്ടികൾ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആ കുട്ടികളോടൊപ്പം ഇരുന്നാണ് നമ്മൾ സ്ക്രീൻ കാണുന്നത്. നമ്മളെന്തിനു സോഷ്യൽ മീഡിയ ആയി പറയണം? നമ്മുടെ ഫാമിലി മീഡിയ തന്നെ അതല്ലേ? ഫാമിലി തന്നെ 4 മണിക്ക് ശേഷം വൈകുന്നേരം 5 മണിക്ക് ഒന്നല്ല നമ്മൾ ആദ്യം ഓൺ ചെയ്യുന്നത് TV ആണ്. TV നമ്മൾ കാണുന്നത് അന്തർദേശീയ വാർത്തയാണോ കാണുന്നത്? ട്രംപ് ആരോടും സംസാരിച്ചാണ് നമ്മൾ കാണുന്നത്? അല്ല, നമ്മൾ സീരിയലാണ് കാണുന്നത്. ആ സീരിയൽ കൊലപാതകങ്ങളുണ്ട്, ഗൂഢാലോചനകളുണ്ട്, വിഷം കൊടുക്കലുണ്ട്, മനുഷ്യനെ കൊല്ലലുണ്ട്, അമ്മായിമ്മ പോരുണ്ട്, സംഘർഷത്തിന്റെയും വയലൻസിന്റെയും സംഗതികൾ മാത്രമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ 2 വയസ്സായ കുട്ടി, നമ്മൾ വിചാരിക്കുന്നത് അവൾക്കോ അവനോ ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അവന് മനസ്സിലാകുന്നുണ്ട്. വിൽസൺ മനസ്സിലാകുന്നുണ്ട്. അവൻ ബുദ്ധിയുള്ളവൻ, അവൻ മനുഷ്യജീവിയാണ്. ആ ഇമേജസ് എല്ലാം അവന്റെ തലയിൽ ചെല്ലുന്നുണ്ട്. അവന്റെ അബോധ മനസ്സിനെ സ്വാധീനിക്കുന്നത് അവൻ അമ്മയുടെ കൂടെ ഇരുന്ന് കണ്ട സീരിയലുകൾ. അത് നിർത്താൻ നമുക്ക് ധൈര്യമുണ്ട്. ഇതാണ് പ്രശ്നം. ഇതിപ്പോ TV-ക്കാർ വല്ലതും കേട്ടാൽ എന്നെ നീ TV ഷോയ്ക്കൊന്നും വിളിക്കുകയല്ലോ. പക്ഷെ സത്യം ഇതാണ്, നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെയാണ് അഡിക്സ് ആക്കി എടുക്കുന്നത്. കാരണം നമ്മുടെ കൂടെ ഇരുന്നാണ് അവരിത് കാണുന്നത്. നമ്മൾ വിചാരിക്കുന്നില്ല അവർ കാണുന്നത്, പക്ഷെ അവർക്ക് കണ്ണില്ലേ? അവർ തുറന്നു നോക്കുമ്പോൾ കാണുന്നതല്ല അപ്പനും അമ്മ. അപ്പൻ നോക്കാറില്ലായിരിക്കാം, അമ്മ കൂടുതൽ സമയം സീരിയൽ നോക്കിയിരിക്കുന്നതായിരിക്കാം.
അപ്പനും ഒന്നേ നോക്കിയിരിക്കുന്ന കാണിക്കുക. ഞാനും നമ്മളും എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ. അപ്പൊ നമ്മൾ ഈ സ്ക്രീൻ അഡിക്ഷൻ, നമ്മൾ കുട്ടികൾക്ക് സ്ക്രീൻ അഡിക്ഷൻ ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ പേരൻസ് ആയ നമ്മളും സ്ക്രീൻ അഡിക്ഷൻ ഇല്ലാത്തവരായി മാറണം. നമ്മൾ വെറുതെ നമ്മൾ വഴിയേ പോകുന്ന സോഷ്യൽ മീഡിയയെ പലതിനും പഴിക്കാം, പക്ഷെ ഇതിനും കൂടി കയറി പഴിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സാറേ. ഷാലോം സാബു. Good evening, everybody. Thank you so much, Shalom Anacha, for this opportunity. Thank you so much, Jacob sir. The session was really informative. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് everybody goes in for these competitive exams like JEE and NEET. But what happens is when they fail, now they attempt these competitive exams because of the pressure, given from homes and society. And it's the same society that sort of rebukes them when they get into the usage of such substances, which is also because their entire existence is questioned when they fail at succeeding such an important examination. And I did not know that drugs was a currency in international terrorism and trade. So that is also something that I learned today. For my questions, I have 3 questions to you, sir. So 3 years I did my degree in Bangalore, and when I was in Bangalore, my PG ഞാൻ താമസിച്ചെടുത്ത് അവിടെ എന്ന് വെച്ചാൽ the usage of weed was very extensive. I have personally seen people use weed. So one of my questions is, when we see a person using such substances, how can we report such a crime? Whether when we report such a crime, are we in the risk of being trapped in that chain, whether we'll also be included as one among them? That is one of my questions. My second question is, how can Christian youth organizations practically do something to combat such substance abuse and the trade and smuggling of such substances? And my third question is, the government is very well aware of this trade and how it facilitates terrorism and the smuggling market all over the world. Why is the government not taking any stern steps in order to prevent such kind of trade and smuggling? That's all. Thank you so much. Your name? My name is Shalom. Shalom, your questions are indeed difficult, very difficult to answer, because it involves issues which are much larger, which are great in scope. For example, if I see somebody smoking weed, should I report him to the police or not? This is a very, an ethical question also. This fellow may be a friend of mine. If I report him to the police will catch him and put him in jail. Do I want my friend in jail for smoking weed? This is a question, no? This is a question which every individual has to answer to himself. I cannot give you a general guideline to betray your friend. Depends upon your level of friendship. But you can always say there is another solution to this rather than police. That's what I said. There has to be a social defense mechanism. That's why I earlier suggested that I had built school protection groups around every school. There has to be residents associations who are active. There are non-police, non-enforcement type of people, good people of every locality. They must come together. They must help each other to form societies around themselves, which will take action. If a group of students have hired out a building in Bangalore and in that building they are smoking, there must be a community interference in that without the police being police interfering directly into that. That community can be supported by the police. That's why that's the greatest importance of community policing, which I have promoted in Kerala for a very long time. So this particular community of that area, they get into the act. They said this will not happen here. We are going to report to the police. So Shalom's hesitation whether I should report my friend to the police, that particular doubt in your mind is transferred to that group, the citizen group of that area, who will first advise your friend
Then if they persist in their folly, these people will immediately alert the police or some other agencies, or legal action will be taken. So unless there is an interaction between social groups who campaign against drug addiction, police who are enforcing it on one side, and the government who gives support to this. So these three elements have to combine together for a vigorous fight against drugs. The social component, the community conscience, the community action is extremely important whenever we try to eradicate widespread social evils. This is my first question. Again, my memory is very short. I'm 73 years old. So the second question, my second question was, what can Christian youth organizations practically do to combat such? Yeah, there's nothing particularly that Christian youth organization, by virtue of being Christians, can do it. They can join. They have to build up the social action groups. In fact, while I was very young, I used to be part of a Christian social action group. Now, social action is a very, very meaningful Christian concept. In fact, if you listen to Chrysostom Veliamithra's speeches, you will be thrilled by or even Yohanan Marthoma's speeches. The social commitment that Christians should find expression in the secular world. You're asserting your faith in the secular world by giving up to Christian principles of helping others. That is possible. You join wherever you are. You form a community against drugs. Not declaring that this is a Christian activity. It is a social activity. In that social activity, let the Christians take the lead. It is a socially valuable activity. It's a legally necessary activity. It's a statutorily supported activity. And therefore, in that particular area, if your faith is not as strong as to make you do it, then your Christian faith is weak. If you doubt whether I should do it, then our Christian faith is weak. This is another way of standing witness to our faith. In a community, upholding the truth, making the youth aware of the danger of drugs, preventing the youth from becoming addicts to drugs. These are highly Christian acts in which you bear witness to your faith. I think I have answered your question. The first question also, I forgot. I think you also forgot that. So, yeah. No, I remember. The third question was pertaining to the government not being able to take stern steps. Government is always trying. Government is never perfect. For example, government wants money. Government wants to collect taxes desperately. Government is always poor. They are always poor. They are trying everything to collect taxes. But will you pay? Will you pay? Can you assert that we all pay the taxes that we should do? We don't. It's not a question of government sincerity. Government is also trying to enforce the law, just as any other law. It is not that the government is not keen about it. But government, being government, has got limitations. So unless any government activity is supported by a great social force, in that particular activity, governments also usually fail, just as in tax. If I don't want to pay tax, I will find out some method by which I can sell my land and get half the money in black. So this is happening all over the place. I'm cheating. But then I blame the government for not enforcing the law, because it is a tax that I save. It is a tax that I avoid. It is a tax. The amount of tax I avoid could have gone into financing better drug prevention actions. We don't link our little bit of saving and the sale of property to drug addiction. We don't. But once we start linking that, the money that I owe to the government, I must pay. Then on the other side, the government also will start acting. So honesty is mutual. If the citizen is honest, they will get an honest government. There's a famous saying, we get the government we deserve. So don't blame the government. Several things are bad about it. That's because several things are bad about us also. Thank you, Solomon. Thank you, sir. There are 2-3 people also raise hands.
സാറ് പഠിച്ച അതേ SC ഹൈസ്കൂളിൽ നിന്ന് തന്നെ പാസ്സായ ഒരു വ്യക്തിയൊന്നും എൻ്റെ സ്വഭാവ രൂപീകരണത്തിന് ആ സ്കൂളിലെ പഠനം വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുന്നതിനകത്ത് വളരെ അഭിമാനമുണ്ട്. ആദ്യം തന്നെ പറയട്ടെ. എൻ്റെ ചോദ്യം സാറേ, ഈ നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയാസ് അഥവാ ഫിലിംസ്, TV സീരിയൽസ്, ഇതിലൊക്കെ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നതിനെ വളരെ ഈസിയായ രീതി കാണിക്കുക, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടുകൾ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആളുകളെ ഡ്രഗ് ഉപയോഗിക്കുന്നതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? അതിന് നമുക്ക് സെൻസർ ബോർഡ് പോലെയുള്ള ആക്ടിവിറ്റികൾ കൂടി അതിനെ സ്റ്റോപ്പ് ചെയ്യാനോ നിയന്ത്രിക്കാനോ കഴിയുമോ? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. എനിക്ക് ചോദിച്ച ശേഷം എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്, പുള്ളിക്കാർത്തിക്ക് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. സാറേ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. എനിക്ക് 3 questions ഉണ്ട്. ഒന്ന്, സർ, യു സ്പോക്ക് അബൌട്ട് ദി SC ഹൈ സ്കൂൾ കോണ്ടെക്സ്റ്റ്. അതൊക്കെ ഐ ക്യാൻ വെരി വെൽ അണ്ടർസ്റ്റാൻഡ്. ബട്ട് I want to know, ഇപ്പൊ ഞാൻ ഐ എം സ്പീക്കിംഗ് ഫ്രം ഗുജറാത്തിലെ കോണ്ടെക്സ്റ്റ് ആൻഡ് ജസ്റ്റ് നൗ ഐ എം ഇൻ കാലിഫോർണിയ. സോ ഈ 2 കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഞാൻ ചോദിക്കുക. നമ്പർ 1, ഈ മലയാളം മീഡിയക്കകത്ത് we get so much of information about news എല്ലാം about drug related issues. So what is the, according to statistics, കേരളത്തിലാണോ ഏറ്റവും highest drug addiction, or what is the statistics of this drug addiction, substance abuse all over India as such? Supposing ഗുജറാത്ത് കോണ്ടെക്സ്റ്റിൽ അത്രയൊന്നും ഹൈലൈറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് ചോദിക്കുന്നത്. സെക്കൻഡ് ഈസ് ദാറ്റ് sir said you said political, police and self confidence. അങ്ങനെ 3 aspects ഇത് ഡീൽ ചെയ്യാവുന്നുള്ളത്. Now self confidence, social media is playing a very major role. Number 1. Next, in the California, ഇപ്പൊ ഞാൻ എൻ്റെ മക്കളും കൊച്ചുമക്കളുടെ കൂടെയാ, how can my children guide their children in growing up, because American school education system is different from Indian school education. So ഇവിടെ ആ type of competitive level illa, but still a state like California, drugs are easily available. As they grow up, avare mold cheyanayittulla what can be done, what is the steps that they should be taking to bring up their children in a drug abuse free context. These are my 3 questions. Thank you. Mrs. Verghese, I am not an expert on child rearing or on parenting, so I must confess my inability to advise you on how to advise your grandchildren. But instilling in them a sense of self-worth, self-esteem is very important. You are somebody, you are destined for certain things. You have to make a stand of your own. Moral courage, moral uprightness. These are essential values that we should foster in our children. We should not make them think that the only thing valuable in our life is money. This is a biggest problem. As a child growing up in Rani, I was never told that money is the most important thing in the world. No, I was never told that. I was told that if I get into a bus, I must get up for every old man who enters the bus. Fortunately, old men were rare those days. So, but still, I had to get up, respecting others. Every single thing that I have to behave in a certain way, that I'm a social being. My social responsibilities come much more than my academic achievements. I may be first in class, but I'll get chastised for any kind of social mistake that I make. Now, this kind of value, that our parents value the inherent worth of our humanness, that they value others. These 2 messages must strongly go across to every child that we come into contact. That's the only advice I can give. I don't know whether I practice, but I've always tried to live up to this idea. Money is important, but not that important to exclude everything else. Money is just a method by which you manage your food. That's all. Just as all animals get their food.
Money is the means by which we get our food. Our mind is the main thing. How does the mind work? What does the mind bother itself around? In what planes your thoughts go? This is what makes life meaningful, not the money in your pocket. Without any money in the pocket, I can be the happiest man in the world if I have such wonderful thoughts. So this is the kind of value that you must try to give to your children. If that is, I'm not an expert. I have no moral. I don't sit on any moral high ground. Also, I'm as equally weak as you are. So another question that you referred to was about the level of addiction. This is levels of addiction in Kerala are very low. If you take 1,000 children, maybe 10 or 15, that is my guess. But the levels of enforcement in Kerala are very high. For example, in California, I've gone through California, right outside the Boeing. I went to Washington. Right outside the Boeing factory, there's a shop which sells weed, marijuana. I'm speaking about marijuana. In the whole of in Seattle, I found so many shops selling. So there, the addiction is legalized. So the number of cases there will be very low. Here, because the police take such strict action, because of the earlier mechanisms that we thought of, we are so much centered around schools. Our presence is so much there in many of these areas. So the number of instances reported to us are very great because we care about acting on those reports. If the police do not care about such reports, their registration will be low. So in most other states of India, registration is very low. The incidence is very high because most of the drugs we get are from Bangalore. But Bangalore has no case. See, that means the police there are not as active as we are in detecting the case. So there is usually statistics depend not only on the levels of incidents, but also on the levels of sincerity with which the crime is faced by the enforcement agency or the vigilance of the society. So this is one thing. And I think I forgot your third question. The first question was about? No, it was just about the statistics. Statistics. This is the statistics. The statistics are about 1.5 to 2% may be addicted. But one good thing is that this has not affected our crime figures. One danger signal is when in a society which is addicted to drugs, immediately robberies will go up. Because buying this is very expensive, and therefore the drug addict, once he wants it, will do anything to get the money to buy it. So robberies will go up. The robberies in Kerala are still very low, perhaps the lowest in India. So that gives us some comfort that the addiction has not reached very uncontrollable levels. It can still be fought. So we are fighting it seriously, and that's why a large number of cases are being registered. And the media always like to scare you. If there is nothing to be scared about, there was no news. There is no news if there is nothing to be scared about. If everything is normal, perfectly happy, people are sleeping, getting up at 6 a.m. every day, going for a morning run, then there's nothing to report. So any deviation they find, they happily report. But in the meantime, I was so busy answering Mrs. Verghese that I forgot what Mr. Verghese. ഞാൻ ചോദിച്ചു സാറേ, ഈ സോഷ്യൽ മീഡിയയില് ഈ ഡ്രഗ് യൂസേജ് വളരെ I remember. Social media is a very dangerous thing. So we definitely have to have a social media behavior code. For example, when the motor vehicle came into effect in England, I'm telling you the real story. They passed an act in the year 1864. You won't believe it, you can refer to it. 1864, they passed an act saying that every motor car, all of you may listen and then immediately go to Google and verify what I'm saying. Otherwise, they are gassing and unbelievable this is. Every motor car, British Parliament passed an act in 1864 saying that in front of every motor car, somebody should run with a red flag and the motor car should follow the man who is running. So there'd be no motor car was allowed to go faster than the pace of a man running.
So this was the danger. Everybody perceived motor car as such a mortal danger because motor car will hit the horse, because most of the vehicles at that time in 1864 were horse-drawn carriages. So we were very apprehensive about motor car. But now if you go to England, it has got the safest road transport system in the entire world. Even a child can walk in the streets of London. So we have evolved. We have managed to, in over a period of 110 years, we have evolved a culture in which the danger of motor cars have been assimilated and suitable systems devised to accept it. Similarly, the social media is a new phenomenon that has come up. There is no control over social media. There is no way in which it is regulated. We have not passed any kind of law. It is not even identified as a problem. We are stunned by the fact that there are no barriers in the internet. International boundaries are not real on the internet. So mankind is faced with an extraordinary problem, which it has never faced in its total existence. The problem that there is no boundary. You are in States now, you have got a visa to go there. But if you want to surf the net, there is no visa. It's a free world, you can go anywhere. Now we are stunned by the invasion of every nook and corner of this globe by this internet, and there is no control over it. I'm sure in another 10, 15 years, mankind will face this problem squarely, devise a particular form of control. I'm told that the United Nations are already working on it. How to regulate and control social media. And therefore, I'm sure laws will be coming on what is the content, how to remove the content, how to make it child safe, how to ensure parental control. The technology is already available. Now, adopting this technology to ensure that social media is as safe, the internet highway should be as safe as our national highway. Just as the British have made their roads safe, we must also make the internet road also safe. Mankind is capable of that, and we will do it. But at present, it is absolutely tamasha. There is nobody is in control, and it's a big danger to anybody who risks being exposed to it excessively. Thank you, Mr. Varghese. Thank you. I'm sure that should be the last question. I'm tired. Yeah. അച്ഛന്റെ മൈക്ക് പോയെന്ന് തോന്നുന്നു. ഞാനപ്പോഴേ അടുത്ത വിഷയത്തിലേക്ക്, ഇനിയും ആരും കൈപൊക്കി 1-2 പേരും ഉണ്ട്, ചാറ്റ് ബോക്സിൽ ചോദ്യം ചോദിച്ചവരുമുണ്ട്. ചോദിക്കാമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പ്രവേശിക്കാം. ഇപ്പോഴും നമ്മളെ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ശാന്തി മത്തായി കൊച്ചമ്മയെ ക്ഷണിച്ചു കൊള്ളുന്നു. രാജു അഞ്ചേരി അച്ഛനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദം അതിനുശേഷം നൽകണമെന്ന്. ശാന്തി മത്തായി കൊച്ചമ്മ ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് നൽകുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രത്യേക സന്ധ്യയിൽ, പ്രത്യേകിച്ച് ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 250ാമത്തെ സെഷനിൽ പങ്കെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചല്ലോ. അതിനുള്ള പ്രത്യേക സന്തോഷം നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് ഞാനും പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ സെഷൻ പല വിധത്തിൽ പ്രത്യേകതകൾ ഉള്ളതാണ്. ഒന്നാമത്, ഇത് നമ്മുടെ 250ാമത്തെ സെഷനാണ്. രണ്ടാമത്, ഇന്ന് നമുക്ക് എത്രയും ബഹുമാനപ്പെട്ട ജേക്കബ് പുന്നു സാറിനെ വിശിഷ്ട അതിഥിയായിട്ട് പ്രഭാഷണത്തിനായിട്ട് ലഭിച്ചു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ കാലത്ത് നമ്മളെ എല്ലാവരെയും അലട്ടുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുമാതിരി എല്ലാവരും പകച്ചു നിൽക്കുന്നത് പോലെ ഒരവസ്ഥയിൽ എങ്ങനെ ഇതിനെ നേരിടണം എന്ന് ആലോചിച്ചും വിഷമിച്ചും ചർച്ച ചെയ്തും ഒക്കെ ഇരിക്കുന്ന ഒരു വിഷയമാണ്. ഏറ്റവും ഗൗരവമായ തരത്തിൽ, ഏറ്റവും പ്രൗഢമായ രീതിയിൽ ഇന്നത്തെ സെഷൻ നമുക്ക് നടത്താൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. എല്ലാവരോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷന് ശേഷമാണ് നമ്മൾ അതിൻ്റെ അവസാന രംഗത്തേക്ക് വരികയാണല്ലോ. കൂടുതൽ പറയാതെ ഞാൻ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സെഷൻ മോഡറേറ്റ് ചെയ്തത് എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ MP സോളമൻ അച്ഛനാണല്ലോ.
വളരെ പ്രൗഢമായ രീതിയിൽ ഒരു ആമുഖം പ്രഭാഷണ അച്ഛൻ നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ നമ്മോടൊപ്പം എല്ലായ്പ്പോഴും ഉള്ളതാണ്. അപ്പോൾ അച്ഛനെ പ്രത്യേകമായ സ്നേഹവും സന്തോഷവും അറിയിക്കട്ടെ. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം അതുപോലെ തന്നെ അതിനെ തുടർന്ന് നടന്ന ചർച്ചകൾക്ക് വളരെ ഗംഭീരമായി എന്ന് പറയത്തക്ക രീതിയിൽ ഉത്തരങ്ങൾ നൽകുകയും വളരെ വളരെ രസകരമായി തന്നെ ഒത്തിരി അനിക്ഡോട്ട്സുകളും ചരിത്രപരമായ കഥകളും ഒക്കെ പറഞ്ഞ് വളരെ മനോഹരമായ രീതിയിൽ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോയ എത്രയും ബഹുമാനപ്പെട്ട JK പൊന്നു സർ, ഈ വിഷയവും കടന്ന് ധാരാളം ഏരിയകളിലേക്ക് നമ്മുടെ ചർച്ചകൾ പോയി എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിന്റെ ആപത്ത്, അത് വരുന്ന വഴികൾ, അതിനെ എങ്ങനെ നേരിടാം എന്നതൊക്കെ കടന്ന് പേരൻസിനും സമൂഹത്തിനും നമ്മുടെ അടുത്ത തലമുറയോടുള്ള ഉത്തരവാദിത്വവും നമ്മുടെ ക്രിസ്ത്യൻ കമ്മിറ്റ്മെന്റ് എങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയി മാറണം, അങ്ങനെ പലതരത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയ വരെ പറഞ്ഞാണ് ചർച്ച നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോ പങ്കെടുത്ത എല്ലാവരെയും ഒരു സോഷ്യൽ ആക്ഷന്റെ ഭാഗമായി തീരുവാൻ ഈ ഇന്നത്തെ സെഷൻ സഹായകമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സാറിനോട് ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇന്ന് പല ആളുകൾ ഇന്നത്തെ സെഷന് നേതൃത്വം നൽകിയല്ലോ, പല വിധത്തിൽ ഇതിന്റെ ഭാഗമായി തീർന്നു. പ്രത്യേകിച്ച് പ്രാരംഭ പ്രാർത്ഥന നടത്തിയ സുനിലച്ചൻ, ഡി സുനിലച്ചൻ, അതുപോലെ തന്നെ ഗാനം ആലപിച്ച ജുവൽ മേരി തോമസ്, ഇന്നത്തെ ചർച്ചകളിൽ പങ്കെടുത്ത് അതിനെ പ്രൗഢഗംഭീരമാക്കി മാറ്റിയ പലതരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നമ്മുടെ ചർച്ചകളെ വഴിതെളിച്ച എല്ലാ ആളുകളും, പങ്കെടുത്ത എല്ലാ ആളുകളും, അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് സാറിനെ ലഭ്യമാക്കാൻ സഹായിച്ച ബഹുമാനപ്പെട്ട മിസ്റ്റർ ജിബു ചെറിയാൻ, സാന്താക്രൂസ്, ബോംബെ സാന്താക്രൂസ് പള്ളിയിൽ നിന്നുള്ള മിസ്റ്റർ ജിബു ചെറിയാൻ, ഇന്നത്തെ സെഷന് നമുക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം അവൈലബിൾ ആക്കുന്ന, നമ്മുടെ എല്ലാ ദിവസത്തെയും നമ്മുടെ ഈ സെഷൻസ് അവൈലബിൾ ആക്കുന്ന ജോസ് മാത്യു നെറൂൾ, ഈ വെബിനാറുകളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന മിസ്റ്റർ വിൽസൺ കരിമ്പന്നൂർ, അവസാനത്തെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയും ആശീർവാദവും പറയുന്ന രാജുവഞ്ചേരി അച്ഛൻ, അങ്ങനെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. ചരിത്രത്തിന്റെ നാഥനായ ദൈവമേ, അന്ധകാരത്തിന്റെ ശക്തികളൊക്കെ ഞങ്ങളുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കാൻ തക്കോണം അവിടുന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇന്നത്തെ വെബിനാറിൽ ഞങ്ങൾ കേട്ട നല്ല ശ്രദ്ധേയമായിട്ടുള്ള ആശയങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യുവതലമുറ കൂടുതൽ കർമ്മോന്മുഖമായിട്ട് തിന്മയുടെ ശക്തികളോട് ചേർത്ത് നിൽപ്പാൻ തക്കോണം കരുണ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. JK സാറിന് വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങൾ തിരുക്കരങ്ങൾ തരുന്നു. അടുത്ത ധാരാളമായിട്ടുള്ള കൃപകളും അനുഗ്രഹങ്ങളും കൂടെ ഇരിക്കണമേ. മുന്നോട്ടുള്ള യാത്രയിൽ അവിടുന്ന് ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടിയും നാം കേട്ട ചിന്തകളോട് കൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.